ഈ കോവിഡ് കാലഘട്ടത്തിന് നമുക്ക് എന്തെല്ലാം സാധ്യതകൾ ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കുമെന്നുള്ളതാണ്. ഏതെല്ലാം രീതിയിൽ നമുക്ക് ഈ ഒരു മഹാമാരിയെ, ഈ നൂറ്റാണ്ടിൻ്റെ തന്നെ മഹാമാരി എന്ന് നമ്മുടെ പ്രധാനമന്ത്രി തന്നെ വിശേഷിപ്പിച്ച ഒരു അസുഖം, 1918 പ്ലേഗ് ബാധ പോലും ഇത്രയും ഒരു സ്വാധീനം ഒന്നും ഉണ്ടായിട്ടില്ല. അന്ന് ഇത്രയും ജനസംഖ്യയില്ല, കേവലം 30-40 കോടിയായിരുന്നു, അല്ലെങ്കിൽ 25 കോടിയോ മറ്റായിരുന്നു. ഇന്നിപ്പോൾ 135ഓളം കോടിയായിട്ട് നിൽക്കുന്ന ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഏകദേശം 2.5-3 കോടി ആൾക്കാർക്ക് ഇത് വന്നിട്ടുണ്ട്. കോവിഡ് വരുന്നു, അതിലൊരുപാട് ലക്ഷം ആൾക്കാർ മരണപ്പെട്ടു. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഇത് വളരെ വലിയ ഒരു പാൻഡമിക്കായിട്ട് തന്നെയാണ്, സാംക്രമിക രോഗമായിട്ട് തന്നെയാണ് വന്നത് എന്നാണ്. അപ്പോൾ അത് ആദ്യമായിട്ട് നമുക്കതിൽ വളരെ അധികം ആത്മസമർപ്പണത്തോടു കൂടി നമുക്കതിൽ ദുഃഖം രേഖപ്പെടുത്തിയേ ഒക്കൂ. കാരണം ആ ഒരു ദുഃഖം രേഖപ്പെടുത്തുക എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ നിന്ന് വരേണ്ടതാണ്. അത് രേഖപ്പെടുത്തുന്നതോടൊപ്പം തന്നെ നമ്മൾ മാനസികമായിട്ട് തയ്യാറെടുക്കുക. ഈ മഹാമാരിയുടെ പിടിയിൽ നിന്ന് ഞാൻ, എൻ്റെ കുടുംബം, എൻ്റെ സമൂഹം, എൻ്റെ ദേശം ഇവയെ രക്ഷിക്കാനുള്ള പ്രയത്നം നമ്മൾ ചെയ്യുമെന്നുള്ള ഒരു പ്രതിജ്ഞ കൂടിയാണ് ഈ ഓർമ്മപ്പെടുത്തൽ. അവിടെ നിന്നാണ് നമുക്ക് തുടങ്ങേണ്ടത്, നമ്മളിൽ നിന്നാണ് നമുക്ക് തുടങ്ങേണ്ടത്. നമ്മുടെ കുടുംബത്തിൽ നിന്ന്, നമ്മുടെ സമൂഹത്തിൽ നിന്ന്, നമ്മുടെ ദേശം, നമ്മുടെ സംസ്ഥാനം, നമ്മുടെ രാജ്യം, ഇങ്ങനെയുള്ളൊരു ചിന്താഗതി നമ്മുടെ ഉത്തരവാദിത്വ ബോധം എന്നും വേണമെങ്കിൽ ഇനി പറയാം. അതെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇതിൻ്റെ കടന്നാക്രമണത്തിനെ വളരെയധികം ചെറുത്തു നിൽക്കാൻ സാധിക്കും. അങ്ങനെയുള്ളൊരു ഉത്തരവാദിത്വ ബോധമുള്ള ഒരു പൗരത്വം എന്നുള്ളതാണ് നമ്മളിൽ നിന്ന് ജനസമൂഹം പ്രതീക്ഷിക്കുന്നത്. അതിന് ആദ്യപടി എന്ന് പറയുന്നത് സർക്കാർ നിർദ്ദേശിച്ചിട്ടുള്ള കോവിഡ് മാനദണ്ഡങ്ങൾ നമ്മൾ കർശനമായി പാലിക്കുക എന്നുള്ളത് തന്നെയാണ്. അതിലേറ്റവും പ്രധാനം കൈകൾ ശുചിയാക്കി വയ്ക്കുക. ആ കൈകൾ ശുചിയാക്കി വയ്ക്കുക എന്ന് പറയുന്നത് നമ്മുടെ കൈകളാണ് നമ്മളെ എല്ലാ ഭാഗത്തേക്കും ചലിപ്പിക്കുന്നത്. ഈ കൈകളാണ് നമ്മൾ അന്യർക്കൊരു വസ്തു കൊടുക്കാനോ വാങ്ങുവാനോ നമ്മളിൽ തന്നെ ആഹാരം കഴിക്കുവാനോ ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഈ കൈകളാണ്. അപ്പോൾ ഈ ഒരു കണ്ടക്ടർ എന്ന രീതിയിൽ ഈ കൈകൾ വളരെ ശക്തമായിട്ട്, വളരെ സുരക്ഷിതമായിട്ട് വയ്ക്കേണ്ട ചുമതലയും ഉത്തരവാദിത്വം നമുക്കുണ്ട്. അത് കേവലം നമുക്ക് മാത്രമല്ല, നമ്മുടെ ചുറ്റുമുള്ളവർക്കും ഇത് അസുഖം പകരാതിരിക്കാനായിട്ട്. കാരണം ഇത് നമ്മൾക്ക് കാണാൻ സാധിക്കുന്ന ഒരു അണുവല്ല. ഇതെല്ലാം നമുക്ക് അറിയാം. 1 വർഷമായതുകൊണ്ട് ഏറെക്കുറെ എല്ലാവർക്കും ഇതിൻ്റെ സാങ്കേതികത്വമൊക്കെ കുറേയൊക്കെ അറിയാം. അപ്പോൾ കൈകൾ വളരെ വൃത്തിയായിട്ട് മൈൽഡായിട്ടുള്ള സോപ്പ് ഉപയോഗിച്ച് കൈ കഴുകി ആ കൈകൾ കഴുകുന്നതിനുള്ള രീതിയും നമുക്കറിയാം. അപ്പോൾ ഈ ഓരോ വിരലുകൾക്കിടയിൽ കൂടിയും എല്ലാം ഇങ്ങനെ കഴുകി, ചുറ്റും കഴുകി, നമ്മൾ അവിടുന്ന് ടാപ്പ് വാട്ടർ ഈ കൈയിൻ്റെ അറ്റത്തുനിന്ന് തന്നെ കഴുകി താഴോട്ടാക്കി ഇട്ട് വേണം അത് കളയാനായിട്ട്. അങ്ങനെയുള്ള കൈ കഴുകൽ ഏകദേശം ഒരു 1-2 മണിക്കൂറെങ്കിലും കൂടുമ്പോൾ ഉണ്ടാവുക. അതൊന്നാമത്തെ കാര്യം. അതിനിടയിലുള്ള സമയങ്ങളിൽ എവിടെ തൊട്ടാലും നമ്മൾ തൊടുന്നതിന് മുമ്പും അതിന് ശേഷവും സാനിറ്റൈസർ ഉപയോഗിച്ച് നമ്മുടെ കൈകൾ വൃത്തിയാക്കുക. ക്വാളിറ്റിയുള്ള സാനിറ്റൈസർ നോക്കണം. നമ്മൾ ഈ സാഹചര്യം മുതലെടുത്തുകൊണ്ട് പലരും പല രീതിയിലുള്ള ശക്തിയേറിയ സാനിറ്റൈസറും അല്ലെങ്കിൽ മറ്റ് കൃത്രിമ മാർഗങ്ങളിലൂടെ ഉൽപ്പാദിപ്പിക്കുന്ന സാനിറ്റൈസറുകൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് ബ്രാൻഡഡ് ആയിട്ടുള്ള നല്ല വസ്തുക്കൾ വാങ്ങിക്കുക, അങ്ങനെ വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്ന് വാങ്ങിക്കുക. ഇതെല്ലാം ചെയ്തുകൊണ്ട് ഈ സാനിറ്റൈസർ നമ്മുടെ കൈകൾ എപ്പോഴും ഉപയോഗിക്കുക. മാസ്ക് ധരിക്കുക. മാസ്ക് ധരിക്കുക എന്ന് പറയുന്നത് ഇപ്പോൾ ഒരുപാട് രീതിയിലുള്ള മാസ്കുകൾ ഇപ്പോൾ ഉണ്ട്. തുണി മാസ്ക് ഇപ്പോൾ ധാരാളമായിട്ട് വന്നു, വസ്ത്രങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ. അതെല്ലാം ശരി തന്നെ, അതിലൊന്നും യാതൊരു അപാകതയുമില്ല. അപ്പോൾ ആ വസ്ത്രങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ തുണി മാസ്ക് മാത്രമായിട്ട് ധരിക്കുമ്പോൾ അതിന് വൈറസ് കടന്നുകൂടാനുള്ള സാധ്യത വളരെയേറെയുണ്ട്. അതുകൊണ്ടാണ് അതിൻ്റെ മുൻപിലോ അല്ലെങ്കിൽ അതിന് മുൻഭാഗത്തായിട്ട് ഒരു സർജിക്കൽ മാസ്ക്, അതിൻ്റെ പുറകിലായിട്ട് ഒരു സർജിക്കൽ മാസ്ക് കൂടി നമ്മുടെ ആശുപത്രിയിൽ കിട്ടുന്ന പോലത്തെ ചെറിയ കനം കുറഞ്ഞ സർജിക്കൽ മാസ്ക് കൂടി ധരിക്കണമെന്ന് പറയുന്നത്. അത് കൂടി ധരിക്കുമ്പോഴാണ് ഇതിൻ്റെ പ്രവേശനത്തെ നമുക്ക് കുറേയധികം ചെറുക്കാൻ സാധിക്കുക. കാരണം ഇത് ഏറ്റവും അധികം നമ്മുടെ അകത്തേക്ക് ചെല്ലുന്നത് മൂക്കിൽ കൂടിയും വായിൽ കൂടിയാണ്. അപ്പോൾ ഈ 2 ഭാഗവും തടയുവാനായിട്ട് നമ്മൾ ഈ മാസ്ക് ധാരാളമായിട്ട് സഹായിക്കും. അപ്പോൾ N95 എന്ന് പറയുന്ന കുറച്ചുകൂടി കൂടിയ മാസ്ക് ആണെങ്കിൽ അത് ശാസ്ത്രീയമായിട്ട് നിർമ്മിച്ചിട്ടുള്ളതാണ്. അത് 4 ലെയറും ഒക്കെ ആയിട്ട് നിർമ്മിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിന് നമുക്ക് ഇത്രയധികം വെല്ലുവിളികൾ നേരിടേണ്ടി വരില്ല. അപ്പോൾ ആ ഒരു N95 മാസ്ക് മാത്രം മതിയാവും. അത് കറക്റ്റായിട്ട് കൃത്യമായിട്ട് മൂക്കിൻ്റെ മുകളിൽ കൂടി ധരിക്കുകയും
അത് എപ്പോഴും കൈ പിടിച്ചിങ്ങനെ മാറ്റാതിരിക്കുകയും ചെയ്യാം. അത് ഒരു പ്രാധാന്യമുള്ളത്. അതിനേക്കാളും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് നമ്മളധികം അതിനുള്ള സാഹചര്യമില്ല. അതുകൊണ്ട് തന്നെയാണ് രോഗവ്യാപനം നന്നായിട്ട് കുറയുന്നത്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ 2 ആഴ്ച ലോക്ക്ഡൗൺ കഴിഞ്ഞ് 3ാമത്തെ ആഴ്ചയിൽ നമ്മൾ തീരാൻ പോവുകയാണ്. അപ്പോൾ ആ ദിവസങ്ങളിൽ കോവിഡ് വ്യാപനത്തിൻ്റെ തോത് നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. നമ്മളൊരു 6 മീറ്ററെങ്കിലും അകലം പാലിക്കണമെന്നാണ് പറയുന്നത്, 3 മീറ്ററെങ്കിലും. അപ്പോൾ അത്രയധികം ഒരു അകൽച്ചയുണ്ടെങ്കിൽ മാത്രമേ ഇത് വായുവിൽ കൂടി സഞ്ചരിക്കും എന്നുള്ളൊരു പഠനം പുറത്തു വന്നിട്ടുള്ളതുകൊണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഈ സാമൂഹിക അകലം പാലിക്കണമെന്ന് പറയാൻ കാരണം ഈ ഒരു സാംക്രമിക അവസ്ഥ ദ്രവങ്ങളിൽ കൂടി മാത്രമല്ല, ഈ ദ്രവങ്ങൾ വായുവിൽ കൂടി സഞ്ചരിച്ചിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് കിടക്കുവാൻ സാധ്യതയുള്ളത് കൊണ്ടാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു അവസരത്തിൽ ഈ സാമൂഹിക അകലം പാലിക്കുക എന്നുള്ളത് ഏറെ പ്രാധാന്യം അറിയിക്കുന്നൊരു കാര്യമാണ്. നമ്മൾ കണ്ടു, അതിനുള്ള ഏറ്റവും വലിയൊരു ഉദാഹരണം നമ്മൾ കണ്ടു നമ്മുടെ കഴിഞ്ഞ ഇലക്ഷൻ കാലം. എന്തെല്ലാം രീതിയിൽ നമ്മൾ അതിനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചാലും ആ ഒരു കാലഘട്ടമാണ് നമുക്കിതിനെ ഇത്രയധികം വഷളായിട്ട് പോകാനുള്ളത്. കാരണം ആ കാലഘട്ടം നമ്മൾ ഉത്തരവാദിത്തത്തോടെ പെരുമാറിയിരുന്നുവെങ്കിൽ നമ്മളാവട്ടെ, പൊതുജനമാവട്ടെ, രാഷ്ട്രീയ കക്ഷികളാവട്ടെ, നേതൃത്വങ്ങളാവട്ടെ, എല്ലാവരും ഉത്തരവാദിത്തത്തോടെ ചെയ്തിരുന്നുവെങ്കിൽ ഇത്രയധികം ഒരു വ്യാപനം ഒരുപക്ഷെ ഇല്ലായിരിക്കാം. അത് കഴിഞ്ഞു പോയ കാര്യമാണ്. അത് മുന്നോട്ടുള്ള യാത്രയ്ക്ക് നമുക്കൊരു പാഠമാവട്ടെ. അപ്പം അങ്ങനെയുള്ള നമുക്ക് പല സാമൂഹിക വിഷമങ്ങളുണ്ടാകും. നമ്മുടെ കല്യാണങ്ങൾ കൂടാൻ സാധിക്കുന്നില്ല, മരണം കൂടാൻ സാധിക്കുന്നില്ല, ഒരു കുഞ്ഞിൻ്റെ പിറന്നാൾ ആഘോഷിക്കാൻ പറ്റുന്നില്ല, നമുക്ക് അമ്പലത്തിൽ പോകാൻ സാധിക്കുന്നില്ല. ഒട്ടനവധി പ്രതിസന്ധികളുണ്ട്. മനോവിഷമമുണ്ടാക്കുന്ന ധാരാളം കാര്യങ്ങൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരിയായിട്ടുള്ളൊരു വസ്തുതയാണ് നമ്മുടെ പ്രധാനമന്ത്രി തന്നെ പറഞ്ഞ പോലെ മനുഷ്യജീവനെ രക്ഷിക്കുവാനായിട്ട് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ത്യാഗം ചെയ്യുകയാണ്. അങ്ങനെയുള്ളൊരു മാനസികാവസ്ഥ നമ്മൾ വളർത്തിയെടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് ഈ ഒരു 3 കാര്യങ്ങൾ ആമുഖമായിട്ട് തന്നെ ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. മറ്റൊന്ന്, നമ്മളിപ്പോൾ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ധാരാളം പരീക്ഷണങ്ങൾ നടന്നു, ധാരാളം മരുന്നുകൾ പരീക്ഷിച്ചു. ആ മരുന്നുകളെല്ലാം പല സമയത്തും പല കാലങ്ങളിലും പല രോഗികളിലും അത് ഉപയോഗിക്കുകയുണ്ടായി. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ചില മരുന്നുകൾക്ക് വീര്യം പോരാ, അല്ലെങ്കിൽ അതിന് പ്രവർത്തന ഫലം കിട്ടുന്നില്ല എന്ന് അറിഞ്ഞ് മനസ്സിലാക്കിയിട്ട് അതോടൻ തന്നെ നിരോധിക്കുകയുണ്ടായി. അങ്ങനെയുള്ള പുതിയ മാറ്റങ്ങൾ നമ്മളിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏറ്റവും ആദ്യമായിട്ട് നമ്മളത് കണ്ടെത്തിയത് ഇതിൽ പ്രതിവിധിയായിട്ടൊന്നുമില്ല, ഇതിൽ നിന്ന് അകന്നു നിൽക്കുക എന്നുള്ളതായിരുന്നു. ഈ കഴിഞ്ഞ 1 വർഷം മുമ്പ്, 1.25 വർഷം മുമ്പ് ഇത് ആദ്യമായിട്ട് അറിഞ്ഞപ്പോൾ നമ്മൾ അങ്ങനെയാണ് പഠിച്ചത്. ഒരു പ്രതിവിധിയുമില്ല. പിന്നീട് അനേകം നിരീക്ഷണങ്ങൾ നടത്തുകയുണ്ടായി. ഒരു അടിയന്തര കാലാവസ്ഥയിൽ എങ്ങനെയാണോ പരീക്ഷണങ്ങൾ നടത്താൻ അനുമതിയുള്ളത് ആ രീതിയിലുള്ള അനുമതിയോടുകൂടി പരീക്ഷണങ്ങൾ നടത്തിയപ്പോൾ ധാരാളമായിട്ട് ആയുർവേദ ഔഷധങ്ങൾ ഇതിൽ പ്രതിവിധിയായിട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഒന്ന്, ഇതിൻ്റെ കാഠിന്യം കുറയ്ക്കാൻ സാധിക്കുന്നുണ്ട്. മറ്റൊന്ന്, ഇത് വരുന്നത് തടയാൻ സാധിക്കുന്നുണ്ട്. ഇനി അഥവാ വന്നാലും നേരത്തെ പറഞ്ഞ പോലെ കാഠിന്യം കുറഞ്ഞുകൊണ്ട് വരിക. ഇനി 3ാമത്തെ കാര്യം, ഇത് കാഠിന്യമേറിയതാണെങ്കിലും ഇത് അവശേഷിപ്പിച്ച് പോകുന്ന ശ്വാസകോശങ്ങളെയും മറ്റും ആക്രമിക്കുന്ന പ്രവണത കുറച്ചു കൊണ്ടുവരാൻ സാധിക്കുക, അങ്ങനെ മരണനിരക്ക് കുറയ്ക്കാൻ സാധിക്കുക എന്നിങ്ങനെയുള്ള ധാരാളമായിട്ടുള്ള പഠനങ്ങൾ നടന്നു. അതിൽ പ്രധാനമായിട്ട് നടന്ന പഠനം എന്ന് പറയുന്നത് ഡൽഹിയിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ, രാജ്യത്തെ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്, പൊതുമേഖലാ സ്ഥാപനത്തിലുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ. അവിടെ ഏറെക്കുറെ 1.25 ലക്ഷത്തിലധികം ആളുകളിൽ ഈ ഔഷധങ്ങളും മറ്റും ആയുർവേദത്തിൽ ജനപദോധ്വംസനീയം എന്ന് പറയുന്ന ഒരു ഭാഗത്താണ് ചരക സംഹിതയിൽ വിമാനസ്ഥാനത്തിൽ പറയുന്നുണ്ട്. ജനപദോധ്വംസനീയം എന്ന് പറയുന്നത് ചരക സംഹിത എന്ന് പറയുന്നത് ആയുർവേദത്തിലെ പ്രാമുഖ്യമുള്ള ഒരു ഗ്രന്ഥങ്ങളിൽ ഒന്നാണ്. ചരക സംഹിത, സുശ്രുത സംഹിത, ഭേള സംഹിത, അഷ്ടാംഗ സംഗ്രഹം എന്നൊക്കെ പറയുന്ന ആധികാരികമായ ഗ്രന്ഥങ്ങളിൽ സൂചിപ്പിക്കുന്നുണ്ട് നമുക്ക് ജനപദോധ്വംസനീയം എന്ന പ്രത്യേകമായിട്ടൊരു വിഭാഗം. ജനപദത്തെ, ഒരു കൂട്ടായ്മയെ, ഒരു സമൂഹത്തെ നശിപ്പിക്കുന്ന ആയിട്ടുള്ള രോഗങ്ങൾ, അതിൽ കോളറ, മലമ്പനി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ധാരാളമായിട്ട് അസുഖങ്ങൾ പറയുന്നു. അപ്പോൾ അതിൽ ആചാര്യന്മാർ പ്രത്യേകം പറയുന്നുണ്ട്, രോഗം പേര് ഏത് തന്നെയാവട്ടെ, പേരറിയില്ലെങ്കിൽ പോലും ഈ പറയുന്ന അസുഖങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ വാതപിത്ത കഫങ്ങളായിട്ടുള്ള ദോഷങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്.
വാക്സിൻ എടുക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ഞാൻ സംസാരിക്കാം. ഞാൻ ആദ്യം ഒന്നൊരു ആമുഖം കൊടുത്തോട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ചോദ്യോത്തരത്തിലേക്ക് കിടക്കാം. അതല്ലേ നല്ലത്. അപ്പോൾ ഈ ശരീരത്തിലേക്ക് കടക്കുന്ന ഈ വൈറസ് ആവട്ടെ, അണു ആയിക്കോട്ടെ, സാംക്രമിക വസ്തു ആവട്ടെ, ഇത് ശരീരത്തിനകത്തെ ത്രിദോഷങ്ങളെ എങ്ങനെയാണ് ബാധിക്കുന്നത്, അത് എങ്ങനെയാണ് ബാധിക്കുന്നത്, അതെങ്ങനെ ശരീരത്തിനെ പ്രതികരിക്കുന്നു എന്നുള്ളത് നോക്കിക്കൊണ്ട് ഉള്ള ഔഷധം, ആ ലക്ഷണങ്ങൾ അനുസരിച്ചുള്ള ഔഷധങ്ങൾ കൊടുക്കാനാണ് ആയുർവേദം നിർദ്ദേശിച്ചിട്ടുള്ളത്. അങ്ങനെ കേന്ദ്ര ആയുഷ് വകുപ്പ് ഈ ഗവേഷണങ്ങൾ നടത്തുന്ന കൂട്ടത്തിൽ ഇന്ത്യക്ക് ഒട്ടാകെയുള്ള പ്രഗത്ഭരായിട്ടുള്ള ആയുർവേദ വൈദ്യന്മാരുടെ ഒരു സമ്മേളനം കൂട്ടിയിട്ട് അവരിൽ നിന്ന് പ്രത്യേക ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ട് ഏകദേശം 5-6ഓളം ഗ്രൂപ്പുകൾ തയ്യാറാക്കിയ ഔഷധങ്ങളുടെ ഒരു പട്ടിക പ്രസിദ്ധീകരിച്ച് അതിൽ ഗവേഷണം നടത്തുകയുണ്ടായി. അതിൽ നിന്ന് കണ്ടെത്തിയ അനുഭവം എന്ന് പറയുന്നത് വളരെ പ്രതീക്ഷ നൽകുന്ന അനുഭവം തന്നെയായിരുന്നു. കാരണം അത് ഉപയോഗിച്ച് കഴിഞ്ഞ ആളുകളിൽ ഇതിൻ്റെ രോഗതീവ്രത കുറയുകയും രോഗം വരാതിരിക്കുകയും വന്നാൽ തന്നെ അതിൻ്റെ മരണശേഷി കുറയ്ക്കാനായിട്ടും ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്തു. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഔഷധങ്ങളാണ് ഇത്. ഏറ്റവും പ്രധാനമായിട്ട് ഇതിൻ്റെയൊക്കെ പ്രാധാന്യം എന്ന് പറയുന്നത് നമുക്ക് വളരെ അടുത്ത് നമുക്ക് കിട്ടുന്ന ഒരു ഔഷധങ്ങളാണ്. ഉണങ്ങിയ നെല്ലിക്ക, ഇത് ചുക്ക്, കുരുമുളക്, ഏലക്കായ, ഗ്രാമ്പു, കറുവപ്പട്ട, പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് ചിറ്റമൃത്, ടിനോസ്പോറിയ കോഡിഫോളിയ എന്ന് പറയുന്ന ചിറ്റമൃത്. അത് വള്ളിയായിട്ട് ധാരാളം നമ്മുടെ കാടുകളിലും വേലികളിലൊക്കെ പടർന്ന് കിടക്കുന്ന ഒരു പറമ്പിലുണ്ടാകുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഇത്രയും സാധനങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന ഒരു ഔഷധത്തെ ഉപയോഗിച്ചുകൊണ്ട്, ഈ ഔഷധങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ഈ സാംക്രമിക രോഗത്തെ ഒരു വലിയ അളവിൽ, ഇത് നമ്മൾ കഴിഞ്ഞ ഒരു വർഷമായിട്ട് സുദർശനത്തിലെ എല്ലാ സ്റ്റാഫുകളും അവിടെ വരുന്ന രോഗികളും എല്ലാവരും ദിവസേന ഉപയോഗിക്കുന്ന ഒരു പാനീയമാണ്. ഇത് ഒരു ഹെർബൽ ടീ പോലെ നിർമ്മിച്ചുകൊണ്ട് ഈ ചായ, ഒരു ഗ്ലാസ് ചായ കുടിക്കുന്നതിന് പകരം ഈ ഒരു കഷായം പോലുള്ള, അല്ലെങ്കിൽ തോയകൽപ്പന എന്നാണ് പറയുക, തോയം എന്ന് പറഞ്ഞാൽ ജലം. അപ്പോൾ ഈ ഔഷധ ജലം നമ്മൾ സേവിക്കുകയാണ് ഉണ്ടായത്. അത് ആർക്കും തന്നെ അവിടെ പോസിറ്റിവിറ്റി ഉണ്ടാവുകയോ അവിടെ വന്നുപോയ രോഗികൾക്കോ സ്റ്റാഫിനോ അല്ലെങ്കിൽ അവരുടെ കുടുംബാംഗങ്ങൾക്കോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ ഔഷധം ഉപയോഗിക്കാതിരുന്ന പല കുടുംബങ്ങളിലും നമ്മുടെ സ്റ്റാഫുകൾ മാത്രം ഉപയോഗിക്കുന്നിടത്ത് ആ സ്റ്റാഫുകൾ നെഗറ്റീവ് ആവുകയും ഇത് കുടിക്കാതിരുന്ന മറ്റ് കുടുംബാംഗങ്ങൾക്ക് പോസിറ്റിവിറ്റി വരികയും ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു വർഷക്കാലത്തെ നിരീക്ഷണത്തിനൊടുവിലാണ് നമ്മൾ ഈ ഒരു ഔഷധങ്ങൾ ഫലപ്രദമാണെന്ന് കണ്ടെത്തുന്നത്. അതുപോലെ 1 ലക്ഷത്തിൽ ചില്ലാനും 1.25 ലക്ഷത്തോളം ആളുകൾക്ക് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദയിലും സമാനമായിട്ടുള്ള ഔഷധങ്ങൾ ഉപയോഗിച്ച് നിരീക്ഷണങ്ങൾ നടത്തിയതിൽ അതിലും വളരെ പ്രാഗൽഭ്യം, ഏകദേശം 100% അവർ വിജയം പറഞ്ഞത്. കാരണം ഒരു മരണം പോലും ഇല്ലാതെ എല്ലാവർക്കും രോഗം മാറുന്ന അവസ്ഥ ഉണ്ടാവുകയുണ്ടായി. നമുക്കറിയാം, കേന്ദ്ര സർക്കാർ ഈയിടെ ആയുഷ് വകുപ്പ് നിർദ്ദേശിച്ച ആയുഷ് 64 എന്ന ഔഷധം, ഇത് ആയുഷ് 64 എന്ന ഔഷധം കേവലം 4 കൂട്ടങ്ങളും ഉണ്ടാക്കിയതാണ്. അത് മലമ്പനിക്ക് വേണ്ടിയിട്ട് നേരത്തെ നിർമ്മിച്ച് വിതരണം ചെയ്തുകൊണ്ടിരുന്ന ഔഷധമാണ്. ആ മരുന്ന് കൊടുത്തു നോക്കിയപ്പോൾ അതിൽ കിരിയാത്താണ് പ്രധാനമായിട്ടുള്ളൊരു ഘടകമായിട്ട് വരുന്നത്. അത് കൊടുത്തു നോക്കിയപ്പോൾ ഈ പറയുന്ന ഗുണഫലങ്ങളെല്ലാം അതിനുണ്ടാവുകയുണ്ടായി. അപ്പോൾ അതുകൊണ്ട് ആയുഷ് 64 എന്നുള്ള ഔഷധം വളരെയധികം പ്രാധാന്യത്തോടെ ഇപ്പോൾ അത് സൗജന്യമായിട്ട് വിതരണം ചെയ്യാനായിട്ട് കേന്ദ്ര സർക്കാർ തീരുമാനിക്കുകയും അത് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ വിതരണത്തിന് എത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ ഇത് ഉപയോഗിക്കുക എന്നുള്ളത് ഏറ്റവും പ്രാധാന്യമുള്ളതാണ്. അതുപോലെ തന്നെയാണ് ജൻഡു ഫാർമസിയുടെ ഈ ഔഷധത്തിൻ്റെ മറ്റൊരു രൂപം, ഇതേ ഔഷധം ചേരുവകളുടെ തന്നെ മറ്റൊരു രൂപമായിട്ടുള്ള കിരാറ്റിൻ എന്ന് പറയുന്ന, അതായത് കിരാതതിക്ത എന്ന് പറയുന്ന കിരിയാത്തിൻ്റെ ഷോർട്ട് ഫോമായിട്ടാണ് ആ പേരിട്ടിരിക്കുന്നത്. ആ ഔഷധം അവൈലബിൾ ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഔഷധങ്ങൾ ദിവസം ഒരു ഗുളിക 2 നേരമോ അല്ലെങ്കിൽ 2 ഗുളിക 1 നേരമോ ഉപയോഗിച്ചുകൊണ്ട് പോകുന്നത് വളരെയധികം ഗുണം ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ നമുക്ക് ഈ വാക്സിനേഷൻ്റെ കാര്യം പറ്റി തന്നെ എടുക്കാം. ഇതെല്ലാം തന്നെയാണെങ്കിലും, ഇപ്പോൾ വാക്സിനേഷൻ എടുക്കുകയാണെങ്കിലും അവർ പറയുന്നത് എന്താണ്, വാക്സിനേഷൻ എടുത്താലും നമ്മൾ മാസ്ക് വെച്ച് മറയ്ക്കുക, സാമൂഹിക അകലം പാലിക്കുക, അതുപോലെ കൈകൾ കഴുകുക, ഈ 3 കാര്യങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യണം. നമ്മളിപ്പോൾ എന്തെല്ലാം അനുവർത്തിക്കുന്നുവോ അതെല്ലാം വാക്സിനേഷൻ എടുത്തവരും ചെയ്യണം. ഒരു തവണ വാക്സിനേഷൻ എടുത്തവർക്ക് ഏറെക്കുറെ 50% ഫലം ഉണ്ടാവുകയും അത് വീണ്ടും അതിനടുത്ത ഡോസ് എടുക്കുന്നവർക്ക് ഇപ്പോൾ അതിൻ്റെ കാലാവധി 80-85 ദിവസത്തിലധികമാക്കിയിട്ടുണ്ട്.
അത് കഴിഞ്ഞെടുക്കുന്നവർക്ക് അത് ഏകദേശം 80%-ലധികമാണ് പറയുന്നത്. അപ്പോഴും 20% ബാക്കി നിൽക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ സാമൂഹിക അകലവും കൈകൾ ശുദ്ധിയാക്കലും മാസ്ക് ധരിക്കലും എല്ലാം നിർബന്ധമായിട്ടും വേണമെന്ന് പറയുന്നത്. അപ്പോൾ ഒന്നും ഒരു ശാശ്വതമായിട്ടുള്ള കാര്യമല്ല. ഇതിപ്പോൾ രോഗ തീവ്രത വളരെ കൂടിയ സ്ഥലങ്ങളിൽ ജീവിക്കുന്നവർക്ക് ഒരുപക്ഷെ ഈ മരുന്ന് കഴിച്ചാലും ചിലപ്പോൾ രോഗം വന്നെന്ന് വരും. അപ്പോൾ അതുകൊണ്ട് അത്രയധികം കൂട്ടം കൂടാതെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ചുമതലയാണ്. അപ്പോൾ ഈ ഔഷധങ്ങൾ പതിവായിട്ട് സേവിക്കുക. ഇതിന് അനുകൂലമായിട്ടുള്ള മറ്റു ഘടകങ്ങൾ എന്താണ്? ജലദോഷം വരിക, തണുത്ത ആഹാരങ്ങൾ കഴിക്കുമ്പോൾ, തൈര് കഴിക്കുമ്പോൾ, വറുത്ത പലഹാരങ്ങൾ, ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ള ഉൾപ്പുഴുക്കുണ്ടാക്കുന്ന ആഹാരങ്ങൾ, ഇറച്ചി വറുത്തത്, ഇതെല്ലാം നിത്യേന കഴിക്കുക. ഇതൊന്നും പാലിക്കാതിരിക്കുക, തണുത്ത പാനീയങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇങ്ങനെ മഴ നനയുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ജലദോഷവും അതോടൊപ്പം രോഗം, നമ്മുടെ ശരീരം വീക്കായിട്ടിരിക്കുകയാണെങ്കിൽ ഈ രോഗങ്ങളെ ചാടിപ്പിടിക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ആരെങ്കിലും അടുത്തൂടെ പോയാൽ പോലും ഈ രോഗം നമുക്ക് പകരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ ഈ ഒരു സാഹചര്യങ്ങളിൽ നിന്ന് നമ്മൾ അകന്നു നിൽക്കുക. അപ്പോൾ ഏറ്റവും ഉചിതം എന്ന് പറയുന്നത് വീട്ടിനകത്ത് അത്യാവശ്യങ്ങൾക്കല്ലാതെ വീട്ടിന് പുറത്തു പോകാതിരിക്കുക കുറച്ച് കാലത്തേക്ക് എന്നുള്ളതാണ്. അത് നമ്മളിപ്പോൾ ഏകദേശം 3 ആഴ്ചയോളം വന്നപ്പോഴേക്കും നമുക്ക് അതിൻ്റെ ഗുണഫലങ്ങൾ അറിഞ്ഞു തുടങ്ങി. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു ഉപായമാണ് ഈ ഹെർബൽ ടീ എന്ന് പറയുന്നത്. ഈ ഹെർബൽ ടീയുടെ പ്രധാനമായിട്ടുള്ള ചേരുവ എന്ന് പറയുന്നത് ഉണക്കനെല്ലിക്ക. 4-5 ഉണക്കനെല്ലിക്ക. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പലപ്പോഴും അത് ഉപകാരപ്രദമാവും. ഒരു 4-5 ഉണക്കനെല്ലിക്കയുടെ തോടാണ് ഉദ്ദേശിക്കുന്നത്. ഒരു ചിറ്റമൃതം എന്ന് പറയുന്നത് ഏകദേശം 2 ഇഞ്ച് നീളത്തിൽ മുറിച്ചെടുത്തിട്ട് അതൊരു പീസായാലും മതി. നല്ല ഫ്ലഷായിട്ടുള്ള പീസായിട്ട് തൊലി ഉരിഞ്ഞ് കളയണം, തൊലി ഉരച്ച് കളയുക. ആ തൊലി ഉരിഞ്ഞ് കളഞ്ഞിട്ട് അത് എടുക്കുക ഒരു പീസ്. ഒരു ചെറിയ പീസ് ചുക്ക്, ഒരു 2 ഏലക്കായ, 2 ഗ്രാമ്പു, 2 കറുവപ്പട്ടയുടെ തൊലി, ചെറിയ പീസായിട്ടാണ് കിട്ടുക. ഇതെല്ലാം അങ്ങാടി മരുന്നിടെ കിട്ടുന്നതാണ്. അപ്പോൾ അത് എടുത്തിട്ട് ഒന്ന് ചതച്ചിട്ട്, ചെറുതായിട്ടൊന്ന് ചതച്ചിട്ട് ഒരു ഏകദേശം 1 ലിറ്ററോളം വെള്ളത്തിൽ ഇതെല്ലാം ഇട്ടിട്ട് തിളപ്പിക്കുക. ഒരു 10 മിനിറ്റ് 15 മിനിറ്റോളം തിളപ്പിക്കുമ്പോൾ നമുക്ക് സ്വല്പം ഈ ജലം വറ്റുകയും ഈ മരുന്നുകൾ കുറേ ഈ ജലത്തിലാവുകയും ചെയ്യും. അപ്പോൾ അത് നമ്മൾ എടുത്തിട്ട് അത് ഇളം ചൂടിൽ അല്ലെങ്കിൽ ചൂടോടുകൂടി നമുക്കിത് ഉപയോഗിക്കാം. ഒരു ഗ്ലാസ് വീതം ഒരു കുടുംബത്തിലെ 6-7 പേർക്ക് സുഖമായിട്ടിത് ഉപയോഗിക്കാൻ സാധിക്കും. അങ്ങനെ ഈ മരുന്നുകൾ തന്നെ നമുക്ക് പിറ്റേ ദിവസം വീണ്ടും ഉപയോഗിക്കാം. അത് ഈ വെള്ളം മാത്രം മാറ്റി പുതിയ വെള്ളം വെച്ച് തിളപ്പിച്ചാൽ മതി. അങ്ങനെ 3 ദിവസം വരെ ഈ മരുന്നുകൾ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ അത് വളരെ ലാഭകരമായിട്ടും ചിലവ് കുറഞ്ഞ രീതിയിലും വളരെ ഫലപ്രാപ്തി ഉണ്ടാവുന്ന രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ ഇതാണ് പ്രധാനമായിട്ട് ഇന്നത്തെ ഈ ഒരു പ്രഭാഷണത്തിൽ ഞാൻ ഉദ്ധരിക്കുവാനായിട്ട് ആഗ്രഹിച്ചത്. കാരണം അത്രയധികം പണച്ചെലവുള്ള കാര്യമാണ് എല്ലാവർക്കും വാക്സിനേഷൻ എത്തിക്കുക എന്നുള്ളത്. ഇത്രയും വീടുകൾ അടച്ചു കൂട്ടിയിരിക്കുക, വ്യവസായ സ്ഥാപനങ്ങൾ അടച്ചു കൂട്ടിയിടുക, പുറത്തേക്ക് ഇറങ്ങാതിരിക്കുക, ജോലിക്ക് പോകാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ എത്ര കാലമാണ് നമ്മൾ വിട്ടു നിൽക്കുക? അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ ഇമ്മ്യൂണോഗ്ലോബുലിൻ എന്ന് പറയുന്ന പരിശോധനയാണിതിൽ ഇമ്മ്യൂണിറ്റി നമുക്ക് എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുന്നതിന് ഈ ഔഷധങ്ങൾ ധാരാളം ഉപകരിക്കുന്നതാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കുക എന്നുള്ളതാണ് എൻ്റെ ഇന്നത്തെ ഈ പ്രഭാഷണത്തിൻ്റെ തന്നെ ഏറ്റവും വലിയ ഉദ്ദേശം. ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം, ഞാനതിന് മറുപടി നൽകാം. അപ്പോൾ വാക്സിനേഷൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ കോവാക്സിൻ എടുത്തവരുണ്ട്. പലർക്കും 2ാമത്തെ ഡോസ് കോവാക്സിൻ എടുക്കാൻ സാധിച്ചില്ല എങ്കിൽ അവരതിനെപ്പറ്റി ഓർത്ത് കുണ്ഠിതപ്പെടേണ്ട ആവശ്യമില്ല. കാരണം അവർ പറയുന്ന 4 ആഴ്ച അല്ലെങ്കിൽ 12 ആഴ്ച കഴിഞ്ഞിട്ട് എടുക്കാൻ സാധിച്ചില്ല എങ്കിൽ ആ സമയത്ത് അത് ലഭ്യമല്ല എങ്കിൽ കോവിഷീൽഡിലോട്ട് പോകാം. കോവിഷീൽഡും കോവാക്സിനും രണ്ട് തരത്തിലുള്ള വാക്സിനാണ്. കോവാക്സിൻ എന്ന് പറയുന്നത് മൃതമായ വൈറസിൻ്റെ കോശങ്ങളെ എടുത്താണ് കോവാക്സിൻ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ ശരീരത്തിൽ വെച്ചിട്ട് ആ മൃതമായ കോശങ്ങളെ കാണുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള ഇമ്മ്യൂണിറ്റി സെൽസ് അതിനെ ആക്രമിക്കുകയും അതിനെ കീഴ്പ്പെടുത്തുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ശരീരത്തിൽ അതിനെതിരെ വർദ്ധിതമായ ഒരു ശക്തി നമുക്ക് ലഭിക്കും. അപ്പോൾ യഥാർത്ഥത്തിലുള്ള വൈറസ് വന്നാലും നമുക്കതിനെ ഒരു 15 ദിവസം കൊണ്ടൊക്കെ നമ്മുടെ ശരീരം സജ്ജമാവും. നേരെ മറിച്ച് കോവിഷീൽഡ് എന്ന് പറയുന്നത് ഈ വാക്സിൻ നമ്മൾ വൈറസിനെ നമ്മൾ പടം കണ്ടു കാണും. ഒരു ബോളിൻ്റെ പുറത്ത് മുന പോലെ ശൽക്കങ്ങൾ വെച്ചുകൊണ്ടുള്ള ഒരു പടമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ കോവിഷീൽഡ് ഉപയോഗിക്കുന്നത് ഈ വാക്സിൻ്റെ പ്രോട്ടീൻ എന്ന് പറയുന്ന ആ ഒരു പിണ്ടത്തെ അല്ല, മറിച്ച് അതിന് പുറമേയുള്ള ആ ശൽക്കങ്ങളെ മാത്രമാണ് ഊരിയെടുത്തിട്ടാണ് ഈ കോവിഷീൽഡ് എന്നുള്ള വാക്സിൻ ഉൽപ്പാദിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് ഡയറക്റ്റ് ആയിട്ടുള്ളൊരു വൈറസിൻ്റെ സാന്നിധ്യം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നില്ല.
അതുകൊണ്ടാണ് രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ കോവിഷീൽഡ് കുറച്ചുകൂടെ മെച്ചമാണ് എന്ന് പറയാൻ കാരണം. അതേസമയം നമ്മുടെ ശരീരം ഈ വൈറസിന് എതിർക്കാൻ ശേഷിയുള്ള ആൻറ്റിബോഡീസിനെ ധാരാളമായിട്ട് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ സുരക്ഷിതമായിട്ട് നമുക്ക് വാക്സിനേഷൻ എടുക്കുക എന്നുള്ളതാണ് കോവിഷീൽഡിൽ കൂടെ നമുക്ക് ലഭിക്കുന്നത്. അങ്ങനെയുള്ളൊരു മാർഗം നമ്മൾ സ്വീകരിക്കുക. ഇത് കോവാക്സിൻ എടുത്തിട്ട് രണ്ടാമത്തെ ഡോസ് എടുക്കാൻ സാധിക്കാത്തവർ അത് ക്യാൻസൽ ചെയ്തുകൊണ്ട് അത് സാരമില്ല എന്ന് വെച്ചിട്ട് നമ്മൾ കോവിഷീൽഡ് എടുക്കുക, അത് 2 എടുക്കാൻ ശ്രദ്ധിക്കുക. അല്ലാതെ ഒരു കോവാക്സിനും ഒരു കോവിഷീൽഡ് എടുത്തുകൊണ്ട് നമുക്ക് വാക്സിനേഷൻ്റെ ഫലം നമുക്ക് ലഭിക്കുകയില്ല. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ ധാരാളമായിട്ട് സ്പുട്നിക് വാക്സിൻ വരുന്നുണ്ട്, മറ്റ് ഫോറിൻ വാക്സിൻസ്, ഫൈസറിൻ്റെ എല്ലാം വാക്സിൻസ് വരുന്നുണ്ട്. അതെല്ലാം വരുമ്പോൾ കുറച്ചുകൂടി ഫലപ്രാപ്തിയും സിംഗിൾ ഡോസുള്ള വാക്സിൻസ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ എളുപ്പമായിട്ട്, കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ഹെർബൽ ചായയും മറ്റും ദിവസേന കുടിക്കേണ്ട ആവശ്യമുണ്ട്. അല്ലെങ്കിൽ ഒരു മാസത്തിൽ ചുരുങ്ങിയ ഒരു 10-20 ദിവസങ്ങൾ നമ്മൾ കുടിക്കുക, വീണ്ടും അടുത്ത മാസം കുടിക്കുക. ഇപ്പോൾ വാക്സിൻ എടുത്താലും ഈ പറയുന്ന വാക്സിനേഷൻ്റെ എഫക്റ്റ് എത്ര കാലം എന്നുള്ളത് ഇപ്പോഴും ഗണിക്കപ്പെട്ടിട്ടില്ല. അത് ഏകദേശം 1 വർഷമാവാമെന്ന് പറയുന്നു. ഇപ്പോൾ സ്മോൾ പോക്സിൻ്റെയൊക്കെ വാക്സിൻ നമുക്ക് 10 വർഷത്തോളം ഗ്യാരണ്ടിയാണ് നമുക്ക് തരുന്നത്, രോഗം വരാത്ത ഇരിക്കുന്ന അവസ്ഥ. ചെറുപ്പത്തിലെടുക്കുന്ന മാൻഡേറ്ററി ആയിട്ട് നമ്മൾ നിർബന്ധമായിട്ട് എടുക്കുന്ന വസൂരിയുടെ വാക്സിൻ. അപ്പോൾ അതുപോലെ അതിനുള്ള ദൈർഘ്യമൊന്നും ഈ വാക്സിനിലില്ല. അത് ഏകദേശം 1 വർഷത്തോളമാണ് ഇതിൻ്റെ വാക്സിനേഷൻ്റെ ഗുണം ലഭിക്കുക എന്ന് പറയുന്നു. അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ എടുക്കേണ്ടി വരും. അപ്പോൾ അതുപോലെ തന്നെ ഈ ഔഷധവും നമ്മൾ പാലിക്കുക. അതൊരു ദിവസേന ഒരു നിത്യനിദാനമായിട്ട് അല്ലെങ്കിൽ നിത്യേനയുള്ളൊരു ശീലമാക്കി ഇത് മാറ്റുകയാണെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവുകയില്ല. അത് പതിവായിട്ടൊരു ചായ കുടിക്കുന്ന ലാഘവത്തോടെ നമുക്ക് ഈ ഔഷധങ്ങളിട്ട് ചായ കുടിക്കുക, ഹെർബൽ ടീ ശീലമാക്കാൻ സാധിക്കും. അത് നമ്മുടെ ശരീരത്തിലെ ഈ വാക്സിനേഷൻ്റെ പർപ്പസ് മാത്രമല്ല നടത്തുക, അതുകൂടാതെ തന്നെ രോഗപ്രതിരോധത്തെ അല്ലാതെ തന്നെ വർദ്ധിപ്പിക്കാനും, നമ്മുടെ അഗ്നി വർദ്ധിപ്പിക്കാനും, വയറിൻ്റെ അഗ്നി വർദ്ധിപ്പിക്കാനും, ആഹാരം ദഹിപ്പിക്കാനും, മറ്റ് പനി, ചുമ, ജലദോഷം മുതലായ അസുഖങ്ങൾക്ക്, ഈ അപ്പർ റെസ്പിറേറ്ററിയിൽ ഉണ്ടാകുന്ന അസുഖങ്ങൾക്ക്, തലവേദന, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറയ്ക്കാനായിട്ട് വളരെയധികം സഹായിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ എന്തുകൊണ്ടും നമുക്ക് സുലഭമായിട്ട് കിട്ടുന്ന ഭാരതം ഈ ഹെർബൽ ഔഷധങ്ങളുടെ, ആയുർവേദ ഔഷധങ്ങളുടെ ഒരു വലിയൊരു കലവറ തന്നെയാണ്. ലോകത്തിന് തന്നെ വഴികാട്ടിയായിട്ട് പോയ നൂറ്റാണ്ടുകളിൽ പ്രവർത്തിച്ചിട്ടുള്ള നാടാണ് ഭാരതം. വൈദേശികമായിട്ടുള്ള ആക്രമണം കൊണ്ട്, അവരുടെ കീഴ്പ്പെടുത്തൽ കൊണ്ടാണ് നമ്മുടെ ശാസ്ത്രമായ ആയുർവേദം ഇന്നത്തെ രീതിയിൽ തളർന്നു പോകാനുള്ളൊരു കാരണം. അത് കഴിഞ്ഞ 75 വർഷം കൊണ്ട് കുറേയെങ്കിലും ഉദ്ധരിച്ച് വരുന്നുണ്ട്. അപ്പോൾ അതിനെ പരിപോഷിപ്പിക്കേണ്ട ചുമതല കൂടി നമ്മുടെ തദ്ദേശീയർ എന്ന രീതിയിൽ നമുക്ക് ലഭ്യം. കാരണം ലോകം മുഴുവനും ഇന്നും ഉറ്റുനോക്കുന്ന ഒരു മേഖലയാണ് ആയുർവേദ വൈദ്യ സമ്പ്രദായം. അതിനുവേണ്ടി ധാരാളം 10,000-കണക്കിന് വിദേശികളാണ് ഭാരതത്തിൽ വന്ന് ചികിത്സ തേടുന്നതും അവരുടെ നിറവേറപ്പെടാത്ത, മാറാത്ത അസുഖങ്ങൾക്കെല്ലാം ഉത്തരം തേടിയാണ് അവർ കേരളത്തിലും ഭാരതത്തിൻ്റെ ഇതര ഭാഗങ്ങളിലെല്ലാം വരുന്നത്. 3ാം തരംഗം എന്നത് എത്രമാത്രം അപകടകരമാകാം. കാരണം ഈ ഓരോ തവണയും വാക്സിൻ അല്ലെങ്കിൽ വൈറസ് നമ്മുടെ ശരീരത്തിൽ കയറി ഇറങ്ങുമ്പോൾ ഈ വൈറസിന് രൂപാന്തരം സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അത് കുറച്ചുകൂടി തീവ്രത, ഈ എപ്പോഴും അതിനൊരു പ്രവർത്തനമുണ്ടല്ലോ, ആ പ്രവർത്തനത്തെ അതിജീവിക്കാൻ നമ്മൾ ആൻറ്റിബയോട്ടി ഉപയോഗിക്കുന്നു. അപ്പോൾ അവിടുന്ന് അതിജീവിക്കുന്ന വൈറസുകൾ അതിനേക്കാൾ മാരകമായിട്ട് മാറുക. അങ്ങനെയാണ് ഈ 1ാം തരംഗം 2ാം തരംഗം കുറച്ചുകൂടെ കൂടുതൽ സ്പ്രെഡിങ് ആയി, 2ാം തരംഗം കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് സ്പ്രെഡ് ചെയ്യുന്നതായി, 3ാം തരംഗം കുറച്ചുകൂടെ കുട്ടികളെ ബാധിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വന്നിട്ടുള്ള വസ്തുതകൾ. പക്ഷേ കുട്ടികൾക്ക് താരതമ്യേന അല്ലെങ്കിൽ രോഗപ്രതിരോധ ശേഷി കൂടുതലായതുകൊണ്ട് പലരെയും അത് കാര്യമായിട്ട് ബാധിക്കാറില്ല. ഒരു ജലദോഷം പോലെ വന്ന് പോകുമെന്നുള്ളതാണ്. അപ്പോൾ മോശമായ സാഹചര്യങ്ങളിൽ കുട്ടികളെ വളർത്താതിരിക്കുക, ഈർപ്പം തങ്ങുന്ന സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ കണ്ടമാനം നനഞ്ഞു കൊണ്ടിരിക്കുക, തണുത്ത ആഹാരങ്ങൾ കഴിക്കുക, ഞാൻ നേരത്തെ പറഞ്ഞ ഭക്ഷണ വസ്തുക്കളൊക്കെ കഴിയുന്നത് ഒഴിവാക്കിയിട്ട് ആവി പിടിക്കുന്ന എന്തായാലും ഒരു ശീലമാക്കുന്നത് തീർച്ചയായിട്ടും അതിന് വൈറസിൻ്റെ അകത്തേക്കുള്ള യാത്രയെ തടസ്സപ്പെടുത്താൻ നന്നായിട്ട് സഹായിക്കും. അപ്പോൾ ആ ആവി പിടിക്കുന്ന കൂട്ടത്തിൽ വെറുതെ വെള്ളം മതിയെന്ന് തന്നെയാണ് പറയുന്നതെങ്കിലും നമുക്ക് നമ്മുടേതായിട്ടുള്ള മരുന്നുകൾ ഇവിടെ ധാരാളം ഉണ്ടല്ലോ. ഈ പറയുന്ന ഏലക്കായും ഗ്രാമ്പൂവും കറുവപ്പട്ടയും അയമോദകമൊക്കെ ധാരാളം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. മഞ്ഞപ്പൊടി ഉപയോഗിക്കാവുന്നതാണ്. മഞ്ഞളൊക്കെ നമുക്ക് സുലഭമായിട്ട് കിട്ടുന്ന വസ്തുക്കളാണ്. അപ്പോൾ അധികം ഒരു സമഗ്രമായ ആരോഗ്യ നയം, കാരണം പബ്ലിക് ഹെൽത്ത് സെക്ടർ പണ്ട് കാലത്ത് ആയുർവേദം കൈകാര്യം ചെയ്തിരുന്നൊരു വിഷയമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഔഷധങ്ങൾ നമ്മുടെ കയ്യിലുള്ളപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇതിനെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. നമ്മൾ ജാഗ്രതയോടുകൂടി ഈ ഔഷധങ്ങൾ സേവിക്കുക എന്നുള്ളതാണ് ഇത് പ്രധാനം. അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് ഈ സ്കൂളുകൾ ഈ വർഷവും കൂടുതൽ കുട്ടികളെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കില്ല കൂട്ടം കൂടിയാൽ. അപ്പോൾ അതുകൊണ്ടാണ് സ്കൂളില്ലാതെ ഓൺലൈനായിട്ട് ക്ലാസ്സുകൾ തുടങ്ങാനുള്ളൊരു പ്രധാന കാരണം.
കാരണം അത് നിയന്ത്രണാതീതമായി കഴിഞ്ഞാൽ പിന്നെ അത് പിടിച്ചു കിട്ടുക എന്നുള്ളത് 135 കോടി ജനങ്ങളുള്ള ഇന്ത്യയിൽ വലിയൊരു മണ്ടത്തരമായി പോകും. അപ്പം അതുകൊണ്ട് എത്രയും വ്യാപനശേഷി കുറയ്ക്കുക എന്നുള്ളതാണ്. എത്ര തന്നെ കഷ്ടപ്പെട്ടാലും എത്ര തന്നെ ദിവസങ്ങൾ നഷ്ടപ്പെട്ടാലും ആ ഒരു ജനസംഖ്യയുടെ നഷ്ടം നമുക്കുണ്ടാവരുത് എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ലക്ഷ്യം. പാല് കൊടുക്കുന്ന അമ്മമാർ വാക്സിൻ എടുത്താൽ അത് കുഞ്ഞിനെ അഫക്റ്റ് ചെയ്യുമോ? പാല് കൊടുക്കുന്ന ആർക്കും ഗർഭിണികൾക്കും ഇത് ഇപ്പോൾ നിർദ്ദേശിച്ചിട്ടില്ല. ഇപ്പോഴത്തെ വാക്സിൻ അത് നിർദ്ദേശിച്ചിട്ടില്ല. അപ്പോൾ അവിടെയും കൂടി നമുക്ക് ഈ ആയുർവേദ ഔഷധങ്ങൾ നിർദ്ദേശിക്കുന്നുണ്ട്. ഈ പറയുന്ന തോയം അല്ലെങ്കിൽ ഉണക്കനെല്ലിക്കയും ചിറ്റമൃതും മറ്റുമുള്ള വെള്ളം എല്ലാവർക്കും കഴിക്കാവുന്നതാണ്. അതാണ് ആയുർവേദത്തിൻ്റെ മറ്റൊരു ഹൈലൈറ്റ്. ഇത് പാല് കൊടുക്കുന്ന അമ്മമാർക്കും പ്രസവിക്കാൻ ഗർഭിണികളായവർക്കും എല്ലാം ഒരുപോലെ സ്വീകാര്യമായിട്ടുള്ള ഔഷധമാണ് കൊടുക്കാൻ സാധിക്കും. അത് എങ്ങനെ അഫക്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ അവരുടെ ശരീരത്തിൻ്റെ വലിയൊരു അംശം കുഞ്ഞിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുകയാണ്. അപ്പോൾ ആൻറ്റിബോഡി എല്ലാം കുഞ്ഞുങ്ങളിലേക്ക് ചേർന്നാലും ഇൻട്രോവിട്രിയസ് നമ്മുടെ ശരീരത്തിനകത്തുള്ള ഭ്രൂണത്തിന് ഇത് ഒരുപക്ഷെ താങ്ങാൻ സാധിക്കില്ല. ഈ വാക്സിൻ എടുക്കുമ്പോൾ ഉണ്ടാകുന്ന സൈഡ് എഫക്ട്സുകൾ കുഞ്ഞിൻ്റെ ലൈഫിനെ ഏത് തരത്തിലാണ് ബാധിക്കുക എന്ന് പറയാൻ സാധിക്കില്ല ഗർഭസ്ഥ ശിശുവിനെ. അതുകൊണ്ടാണ് അത് നിരോധിച്ചിരിക്കുന്നത്. ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും ഈ മുലപ്പാലിൽ കൂടി കുഞ്ഞിലേക്ക് അത് വ്യാപിച്ചാൽ ഇതെങ്ങനെ ആകുമെന്ന് പറയാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് നമ്മളങ്ങനെ വേണ്ട എന്നുള്ളൊരു ഇത് കൊടുക്കുന്നത്. ഈ രോഗം നമ്മുടെ ഒപ്പം ഉണ്ടാകുമെന്ന് WHO പറഞ്ഞു. പക്ഷേ അപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞാലും ഈ രോഗം നമ്മുടെ ഇടയിൽ ഒരു പനി പോലെ തുടർന്നേക്കുമോ? ഒരുപക്ഷെ തുടർന്നേക്കാം. നമ്മുടെ ശരീരം അതിനെ പ്രതിരോധിക്കാൻ ശേഷിയുള്ളതായി മാറുന്നതുവരെ, എല്ലാവർക്കും ഇതിൻ്റെ രോഗപ്രതിരോധം കിട്ടുന്നതുവരെ സാധാരണ ഒരു പനി പോലെ വന്നു പോകും. അപ്പോൾ നമ്മൾ ഈ പറയുന്ന പോലുള്ള ജാഗ്രതയും കാര്യങ്ങളൊന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല. നമ്മുടെ ശരീരം തന്നെ അതിനെ പ്രതിരോധിച്ചോളും. അതിനുള്ളൊരു തുടക്കമായതുകൊണ്ട് ശരീരത്തിന് ഇതിന് പ്രതിവിധി ഇപ്പോൾ കണ്ടുപിടിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. കാരണം നമ്മുടെ ശരീരം തന്നെയാണ് ഏറ്റവും വലിയ ഹീലർ. അപ്പോൾ ഈ ഔഷധങ്ങളെല്ലാം ഇതിനൊരു സപ്പോർട്ടിംഗ് ഫാക്ടേഴ്സ് മാത്രമാണ്. നമ്മുടെ ശരീരം തന്നെയാണ് യഥാർത്ഥത്തിൽ ജോലി ചെയ്യുന്നത്. അപ്പോൾ ഈ ശരീരം കുറച്ച് നാൾ കൊണ്ട് ഇതിനെ പ്രതിരോധിക്കുന്ന ഘട്ടത്തിലേക്ക് എത്തും. അത്രയും ശക്തിമത്തായിട്ട് മാറും. അപ്പോൾ ഇതൊരു സാധാരണ പനി പോലെ വന്ന് പോവാം. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഇതെല്ലാം ഒരു 100% ശരിയായ നിഗമനമല്ല എങ്കിൽ പോലും നമ്മുടെ സാമാന്യം ഇത്രയും കാലത്തെ അറിവ് വെച്ചുകൊണ്ട് നമുക്കതിനെ ഒരു നിഗമനത്തിലെത്താൻ സാധിക്കുന്നതാണ്. അപ്പം അങ്ങനെ നമ്മുടെ ശരീരത്തെ നമ്മൾ വിശ്വസിക്കുക. ആ ശരീരത്തിൻ്റെ പ്രതിരോധം കൂട്ടുവാൻ പറ്റുന്ന ഏതെല്ലാം ജീവിതചര്യകളുണ്ടോ അത് നമ്മൾ പാലിക്കുക എന്നുള്ളതാണ് പ്രധാനം. ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷിയെ കുറയ്ക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഡയബറ്റീസ് കൺട്രോൾ ആവാതിരുന്നാൽ, രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് ക്രമാതീതമായിട്ട് വർദ്ധിക്കുകയാണെങ്കിൽ ശരീരത്തിൻ്റെ കോശങ്ങൾക്കും കലകൾക്കും ഓക്സിജൻ കിട്ടുകയില്ല. ഓക്സിജൻ കിട്ടുക എന്നുള്ളത് ഏറ്റവും വലിയ പ്രധാനമാണ്. നമുക്ക് പ്രാണൻ പ്രധാനം എന്നതുപോലെയാണ് നമ്മുടെ ശരീരകോശങ്ങൾക്കും പ്രാണൻ. ശ്വാസകോശത്തിന് നമ്മൾ പ്രാണൻ എടുക്കുന്നത് ഈ പ്രാണൻ നമുക്ക് വെറുതെ ശ്വസിച്ച് കളിക്കാനല്ലല്ലോ. ആ ശ്വാസം നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും, വിരലിൻ്റെ അറ്റം മുതൽ കിഡ്നി, കണ്ണുകൾ, എല്ലാ ഭാഗത്തേക്കും പോകുന്നുണ്ട്. കൃഷ്ണമണിയൊക്കെ ആ പ്രാണൻ കൊണ്ട് തന്നെയാണ് ജീവിക്കുന്നത് തന്നെ. അപ്പോൾ അങ്ങനെയുള്ളൊരു ഡയബറ്റീസ് പോലുള്ള അസുഖത്തിൽ ഈ പ്രാണൻ്റെ അംശം കുറയും. ഡോക്ടർ ആയുർവേദ മരുന്ന് കഴിക്കുന്ന ആളുകൾ വാക്സിൻ എടുത്താൽ എന്തെങ്കിലും ഒരു കുഴപ്പമില്ല. വാക്സിൻ ഒരു വേറൊരു വഴി, ഇത് വേറൊരു വഴി, അത്രേ ഉള്ളൂ. ആയുർവേദ ഔഷധം കഴിക്കാം. അതിന് വാക്സിൻ ആർക്കെടുത്താലും പ്രശ്നമില്ല. ഈ പറയുന്ന അവർ നിർദ്ദേശിക്കുന്ന 1-2 ഘട്ടത്തിലാണ് ഇത് പ്രയാസം വരിക. അപ്പോൾ ഇമ്മ്യൂണിറ്റി കുറവുള്ള ആളുകൾ, ഇമ്മ്യൂണോ സപ്രസൻസ് കഴിക്കുന്നവർ, അവയവം മാറ്റി വെച്ചിട്ട് ഇമ്മ്യൂണോ സപ്രസൻസ് കഴിക്കുന്നവരുണ്ട്, കിഡ്നി ഡിസീസിന് ഇമ്മ്യൂണോ സപ്രസൻസ് കഴിക്കുന്നവരുണ്ട്, ലിവർ പ്രോബ്ലംസിന് കഴിക്കുന്നവരുണ്ട്. അങ്ങനെയൊക്കെയുള്ളവർക്ക് ഇത് പ്രയാസം ഉണ്ടാക്കും. കാരണം അവരുടെ ശരീരത്തിൽ ഒട്ടും തന്നെ ആൻറ്റിബയോട്ടിക്സ് ഉണ്ടാവില്ല. കാരണം ആൻറ്റിബയോട്ടിക്സ് ഉണ്ടായാൽ ഈ സ്വീകരിച്ച അവയവം റിജക്റ്റ് ആയിപ്പോകും. ഓപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള അവയവം റിജക്റ്റ് ആയിപ്പോകും. അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇമ്മ്യൂണോ സപ്രസൻസ് കൊടുക്കുന്നുണ്ട്. അത് തന്നെയാണ് സ്റ്റിറോയിഡ്സും ചെയ്യുന്നത്. സ്റ്റിറോയിഡ്സ് സ്ഥിരമായിട്ട് കഴിക്കുന്നവരിൽ ഇമ്മ്യൂണിറ്റി ഒട്ടും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് സ്റ്റിറോയിഡ്സ് പോലുള്ള ഔഷധങ്ങൾ കഴിയുന്നതും ഉപയോഗിക്കാതിരിക്കാൻ പറയുന്നത്. അങ്ങനെ ഉണ്ടായ പല അബദ്ധങ്ങൾ ഈ സമയത്ത് ഉണ്ടാവുകയും ചെയ്തു. തുടക്കകാലത്ത് സ്റ്റിറോയിഡ്സും മറ്റും ഉപയോഗിച്ചിട്ട് ധാരാളമായിട്ട് മ്യൂക്കോർമൈക്കോസിസ് പോലുള്ള പൂപ്പൽ രോഗങ്ങളൊക്കെ ബാധിക്കുകയും മരണകാരണമാവുകയും ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് സ്റ്റിറോയിഡ്സിൻ്റെ ഉപയോഗം ധാരാളമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വാക്സിൻ്റെ കാര്യത്തിൽ അതാണ് പറഞ്ഞത്. ഈ ആസ്മ പോലെയുള്ള രോഗങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ ചികിത്സാ രീതി എന്താണ്? ആസ്മ പോലുള്ള രോഗങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ ചികിത്സാ രീതി കഫം വർദ്ധിപ്പിക്കുന്നതായിട്ടുള്ള പാലുൽപ്പന്നങ്ങൾ, തൈര് ഇതുപോലുള്ള ആഹാരങ്ങൾ കഴിക്കാതിരിക്കുക. മറ്റു ചില ആസ്മകൾ നമ്മുടെ ശരീരത്തിനോടൊപ്പം തന്നെ ഉണ്ടാകുന്നതാണ്.
ഹാർഡ്വെയർ പ്രോബ്ലം എന്ന് പറയുന്ന പോലെ ശരീരത്തിൻ്റെ ഓട്ടോ ഇമ്മ്യൂൺ, അതായത് നമ്മുടെ രോഗപ്രതിരോധം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ അനാവശ്യമായിട്ട് രോഗപ്രതിരോധം കൂട്ടാനായിട്ട് പ്രവർത്തിക്കുമ്പോഴാണ് ആസ്മ ഉണ്ടാകുന്നത്. അങ്ങനെ ഉണ്ടാകും, അല്ലാതെ വെറും കഫം കൂടിയിട്ട് മാത്രമല്ല ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള സാഹചര്യം ഒഴിവാക്കുക, തണുപ്പ് ഒഴിവാക്കുക, നെഞ്ചിൽ തണുപ്പ് കിട്ടുന്നത് ഒഴിവാക്കുക, ശ്വാസം നന്നായിട്ട് വലിക്കുകയും പുറത്തേക്ക് എടുക്കാനുള്ള പ്രത്യേകമായിട്ടുള്ള എക്സസൈസുകൾ ചെയ്യുക. ഈ ഏലം, ഗ്രാമ്പു പോലുള്ള ഉഷ്ണമുള്ള ദ്രവ്യങ്ങൾ ഉള്ള മരുന്നുകൾ ധാരാളം കഴിക്കുന്നത് നല്ലതാണ് ഇത്തരക്കാർക്ക്. അത് കഫം കുറയ്ക്കാനായിട്ടും ഈ ശ്വാസകോശമൊക്കെ വൃത്തിയായിട്ട് സൂക്ഷിക്കാനും സഹായിക്കും. മഞ്ഞളുടെ ഉപയോഗം, പാല് കുടിക്കുകയാണെങ്കിൽ ആ പാലിൽ ഒരു തുള്ളി മഞ്ഞൾപ്പൊടി ഇട്ടുകൊണ്ട് ഗോൾഡൻ മിൽക്ക് എന്ന് പറയുന്ന വളരെ പ്രചാരമുള്ള ഒരു പ്രയോഗമുണ്ട്. അതുപോലെ ഹരിദ്രാഖണ്ഡം പോലുള്ള ഔഷധങ്ങൾ ധാരാളമായിട്ട് നിരന്തരമായിട്ട് കഴിക്കുന്നത് വളരെ നല്ലതാണ്. ആകെയുള്ളത് പ്രശ്നമുള്ളത് ധാരാളം കഴിക്കുമ്പോൾ ഒരുപക്ഷെ അസിഡിറ്റി ഉണ്ടാകാൻ സാധ്യതയുണ്ട്, കാരണം ഇതെല്ലാം ഉഷ്ണമുള്ള ദ്രവ്യമായതുകൊണ്ട്. അപ്പോൾ അത് മാത്രം നമ്മൾ ശ്രദ്ധിക്കണം. വൈദ്യനിർദ്ദേശപ്രകാരം മാത്രമാണ് ഇത് കഴിക്കേണ്ടത്. അപ്പോൾ വാശാരിഷ്ടം, കനകാസം പോലുള്ള മരുന്നുകളൊക്കെ ഇതിന് വളരെ നന്നായിട്ട് ഫലപ്രാപ്തി ഉണ്ടാക്കുന്നതാണ്. ഫസ്റ്റ് ഡോസ് എടുത്തു കഴിഞ്ഞാൽ ഒരാൾക്ക് കോവിഡ് വരാൻ ചാൻസ് ഉണ്ടോ? ഉണ്ട്, കോവിഡ് വരാൻ ചാൻസ് ഉണ്ട്. അവർ തന്നെ പറയുന്നുണ്ടല്ലോ, ഫസ്റ്റ് ഡോസ് എടുത്താൽ ഏകദേശം 45-50%, കാരണം ശരീരം സജ്ജമായിട്ട് വരുന്നേ ഉള്ളൂ. അത് ശരീരം സജ്ജമായിട്ട് വരിക എന്ന് പറയുന്നത് ശരീരത്തിൽ ഈ വാക്സിൻ കടന്നു ചെന്നിട്ട് അതിനെ പ്രതിരോധിക്കാൻ നമ്മുടെ ശരീരത്തിൽ താരതമ്യേന ബലം കുറഞ്ഞ ആൻറ്റിബോഡീസ് പതുക്കെ അതിനെ ശ്രമിച്ച് അതിനെ കൊല്ലാനുള്ള, കാരണം ചത്ത പരുവത്തിലാണ് ഈ വാക്സിൻ, ഈ മരുന്ന് അകത്ത് ചെല്ലുന്നത്. അതുകൊണ്ട് നമ്മുടെ ശരീരം കുറച്ചുകൂടി ബലം കൂട്ടി വരിക. അങ്ങനെ വരുന്ന ഒരു ഘട്ടത്തിൽ അതിനെ കീഴ്പ്പെടുത്താൻ സാധിക്കും. അത് ചത്തിരിക്കുന്നതുകൊണ്ട് അത് തിരിച്ചിങ്ങോട്ടും ചെയ്യുന്നില്ല. പക്ഷേ നമ്മളതിനെ പുറന്തള്ളാൻ വേണ്ടിയിട്ട് ഈ വാക്സിൻ, ഈ ആൻറ്റിബോഡീസ് പ്രവർത്തിക്കുന്നുണ്ട്. അത് രണ്ടാമത്തെ ഡോസ് കൊണ്ട് ചെല്ലുമ്പോഴാണ് അതിൻ്റെ പ്രവർത്തനക്ഷമത കുറച്ചുകൂടി വർദ്ധിക്കുന്നത്. ഈ ആൻറ്റിബോഡീസ് കുറച്ചുകൂടി പവർഫുള്ളായിട്ട് ഉണ്ടാവുകയും അത് കുറച്ചുകൂടി രോഗക്ഷമത നമുക്ക് വരുത്തുകയും ചെയ്യും. ഏകദേശം 80% എന്നിട്ടും പറയുന്നത്. കരിഞ്ജീരകം ഇട്ട് തിളപ്പിച്ച വെള്ളം നല്ലതാണ്. ഓൺലൈൻ വിദ്യാഭ്യാസം ആയിരിക്കും, അതുപോലെ മൊബൈൽ പ്രയോഗം വർദ്ധിക്കുന്നതുകൊണ്ട് കുട്ടികളുണ്ടാകുന്ന എന്താണ് പറയുന്നത് മനസ്സിലായില്ല. അനുയോജ്യമായ ചികിത്സ രീതിയാണ്. കഴിഞ്ഞാൽ ഈ രോഗം നമ്മുടെ ഇടയിൽ ശ്രീജിത്ത് കുമാർ കട്ടേൽ, നമസ്തേ ഡോക്ടർ. അജിത് കുമാർ, നമസ്തേ. നമസ്തേ. കരിഞ്ജീരകമായിട്ട് തിളപ്പിച്ച വെള്ളം കുടിച്ചാൽ കിഡ്നി സ്റ്റോൺ ഉണ്ടാക്കും എന്ന് പറയുന്നത് ശരിയാണോ ഡോക്ടർ? കരിഞ്ജീരകമൊക്കെ ചൂടുണ്ടാക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ അത് ഒരുപാട് നമ്മൾ കഴിക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞില്ലേ, വൈദ്യനിർദ്ദേശപ്രകാരം കഴിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് നമ്മൾ ജീരകം വെള്ളം ഉപയോഗിക്കുന്നത്. കരിഞ്ജീരകം കുറച്ചുകൂടി ശക്തമായിട്ടുള്ള ഔഷധമാണ്. അപ്പോൾ ഇത് ശരീരത്തിനകത്ത് ഡീഹൈഡ്രേഷൻ പോലുള്ള ഉഷ്ണം കൂടിയിട്ട് വെള്ളം കുറയ്ക്കാനുള്ള ഇടവരുത്തുന്ന കാര്യമുണ്ട്. അപ്പോൾ അത് വെള്ളം കുറയുക, ശരീരത്തിൽ കുറയുക എന്ന് പറയുന്ന അസിഡിക് നേച്ചറിലോട്ട് pH വാല്യൂ എന്ന് പറയുന്നത് 7ആണ്. ആ pH വാല്യൂ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ അത് 7ന് താഴോട്ട് വരികയാണെങ്കിൽ ആസിഡും 7ന് മേപ്പോട്ട് പോവുകയാണെങ്കിൽ ആൽക്കലീനാണ്. അപ്പോൾ നമ്മൾ 7 അല്ലെങ്കിൽ 7ന് മേപ്പോട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അതിന് ധാരാളം വെള്ളം കുടിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഉഷ്ണങ്ങളായിട്ടുള്ള ഔഷധങ്ങളകത്ത് ചെല്ലുമ്പോൾ ശരീരത്തിനകത്തുള്ള ജലം നിർജ്ജലീകരണം ഉണ്ടാകും. അങ്ങനെ നിർജ്ജലീകരണം ഉണ്ടാകുമ്പോൾ ഈ ക്രിസ്റ്റൽസ് എല്ലാം ഉറഞ്ഞ് കട്ടിയായിട്ട് മാറും. അതിനാണ് നമ്മൾ ഈ സ്റ്റോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് കൂടുതൽ കഴിക്കുന്നത് നല്ലതല്ല. ഈ ഒരു അധ്യയന വർഷം ഒരുപക്ഷെ ഓൺലൈൻ വിദ്യാഭ്യാസമായിരിക്കും. അതുമൂലം മൊബൈൽ ഉപയോഗം വർദ്ധിക്കുന്നതുകൊണ്ട് കുട്ടികളുണ്ടാകുന്ന മറ്റു രോഗങ്ങളെ എങ്ങനെ നമുക്ക് പ്രതിരോധിക്കാം? മൊബൈൽ ഉപയോഗം വർദ്ധിക്കുന്നതുകൊണ്ടുണ്ടാകുന്ന രോഗങ്ങൾ പ്രധാനമായിട്ടും കണ്ണുകൾക്കും മറ്റുമാണ്. പിന്നെ അനങ്ങാതെ ഇരിക്കുന്നതുകൊണ്ടുള്ള ശാരീരിക ക്ഷമത കുറയുന്നതുകൊണ്ടുള്ള തടി, വിശപ്പ് കുറവ്, ഇങ്ങനെയുള്ള അസുഖങ്ങൾ. പിന്നെ ജലദോഷം പോലുള്ള കാര്യങ്ങൾ, സന്ധിവേദനകൾ, അനങ്ങാതിരിക്കുന്നതുകൊണ്ട് നമ്മുടെ സന്ധികൾക്കും മറ്റും ബലം കുറയുക, കൈകാലുകൾ അനക്കാതിരിക്കുന്നുണ്ട്. അപ്പോൾ അതിന് നമ്മൾ ഏറ്റവും നന്നായിട്ട് ചെയ്യേണ്ടത്, കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും ഈ IT മേഖലയിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലോ ജോലി ചെയ്യുന്നവർ ഒരു 20-20-20 എന്ന് പറയുന്ന ടെക്നിക്കാണ് നമ്മളിതിൽ കർശനമായിട്ട് നടപ്പാക്കേണ്ടത്. 20-20-20 20-20-20 എന്ന് പറയുന്ന ഈ ടെക്നിക്ക് 20 മിനിറ്റ് അല്ലെങ്കിൽ 30 മിനിറ്റ് ജോലി ചെയ്ത് കഴിഞ്ഞാൽ ഒരു 20 സെക്കൻഡ് നമ്മുടെ കണ്ണുകൾ അടച്ചു വയ്ക്കുക. ആ സമയത്ത് നമ്മുടെ കൈ കൊണ്ട് കണ്ണിൻ്റെ പുറമേ വയ്ക്കുക. കണ്ണട ഊരിയിട്ട് ഇങ്ങനെ വയ്ക്കുമ്പോൾ ഈ കൈയിൻ്റെ ചൂട് ഈ മസിലുകളിൽ തട്ടിയിട്ട് കണ്ണിൻ്റെ ലെൻസുകൾക്കും മസിലുകൾക്കും ഒരു ആയാസം കുറഞ്ഞു കിട്ടും. അതിന് പ്രവർത്തനക്ഷമത വർദ്ധിക്കും. അത് ചെയ്യാൻ സാധിക്കും. അതുപോലെ അത് നമ്മൾ എഴുന്നേറ്റ് നടക്കണം. എഴുന്നേറ്റിട്ട് നമ്മൾ കസേരയിൽ റോൾ ചെയ്യാതെ നമ്മൾ എഴുന്നേറ്റ് നടക്കുകയും നമ്മുടെ കൈകാലുകൾ ചലിപ്പിക്കുകയും നടുവിനും മറ്റും കുനിയുകയും നിവരുകയൊക്കെ ചെയ്യുക. അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുക. അതാണ് രണ്ടാമത്തെ 20. മൂന്നാമത്തെ 20 എന്ന് പറയുന്നത് 20 മീറ്റർ ദൂരത്തേക്ക്, 20 അടി ദൂരത്തേക്ക്, 20 ഫീറ്റ്, അതാണ് ഇൻഫിനിറ്റി എന്ന് പറയുന്നത്. ആ ദൂരത്തേക്ക് നമ്മൾ നോക്കുക. അങ്ങനെ നോക്കുന്ന സമയത്താണ് നമുക്ക് കണ്ണുകൾ
ചേർത്ത് വെച്ചുകൊണ്ടുള്ള, അതായത് അക്കോമഡേറ്റ് ചെയ്തുകൊണ്ട് നിരന്തരമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കണ്ണിലെ മസിലുകൾ ഒരുപാട് കോൺട്രാക്റ്റ് ആയിട്ടിരിക്കുകയാണ്. അതിനെ റിലാക്സ് ചെയ്യാൻ പറ്റും, അതിനെ റിലീസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ കണ്ണുകൾക്ക് ആയാസം കുറയും. അപ്പോൾ അതിന് വീണ്ടും പ്രവർത്തിക്കാനുള്ള സാധ്യത കിട്ടും. അല്ലെങ്കിൽ ഷോർട്ട് സൈറ്റ് പോലുള്ള രോഗങ്ങൾ ധാരാളമായിട്ട് പെട്ടെന്ന് കയറി വരും. അതുകൊണ്ടാണ് ഈ കോവിഡ് കാലഘട്ടത്തിൽ നമ്മൾ ചില ചിട്ടവട്ടങ്ങൾ ഓൺലൈൻ വിദ്യാഭ്യാസത്തിൽ ശീലിക്കണമെന്ന് പറയുന്നത്. ഫസ്റ്റ് ഡോസ് എടുത്തു കഴിഞ്ഞാൽ കോവിഡ് സാധ്യത പറഞ്ഞു, ആസ്മ പോലുള്ള രോഗങ്ങൾ പറഞ്ഞു, ആയുർവേദ വേറെ എന്തെങ്കിലും പുതിയ തലമുറയിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന മാനസിക പിരിമുറുക്കങ്ങൾ ഒഴിവാക്കാൻ എന്തെങ്കിലും ചികിത്സാ രീതി ഉണ്ടോ? നമ്മൾ മാനസിക പിരിമുറുക്കം എന്ന് പറയുന്നത് നമ്മൾ ജോലി 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 എന്ന് മാത്രം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് പൈസ ധരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ മാനസിക പിരിമുറുക്കം ഉണ്ടാകുന്നത്. അപ്പോൾ അതിനെ നമ്മൾ തന്നെ നമ്മുടെ സെൽഫ് കൗൺസിലിംഗ് നടത്തേണ്ട കാര്യമുണ്ട്. ഒന്നാമത്തെ കാര്യം, അതിനൊക്കെയാണ് നമ്മൾ പണ്ട് കാലത്ത് പറയാറുള്ളത്, ധ്യാനം ശീലിക്കുക, മറ്റുള്ളൊരു വസ്തുവിൽ നമ്മൾ സാഷ്ടാംഗം നമസ്കരിക്കുക. അതായത് നമുക്കൊരു സൃഷ്ടികർത്താവുണ്ട്, ആ സൃഷ്ടികർത്താവിനെ നമ്മളെ ഒരു കർമ്മം ചെയ്യാനായിട്ടാണ് അയച്ചിരിക്കുന്നത് എന്നുള്ള ധാരണ ഉണ്ടെങ്കിൽ നമ്മളെന്നുള്ള ആ ഒരു ഭാവം വിഴിഞ്ഞാൽ തന്നെ നമുക്ക് ധാരാളം സ്ട്രെസ് ഒഴിവാക്കാൻ സാധിക്കും. നമ്മൾ പറയാറില്ലേ, വെറുതെ ആണെങ്കിലും പറയാറില്ലേ, വാ കൊടുത്ത ദൈവം അന്നവും കൊടുക്കുന്ന പറയാറില്ലേ. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് അങ്ങനെ ഒരു കഷ്ടത ഉണ്ടാവില്ല എന്നുള്ളൊരു പ്രത്യാശയാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലുതായിട്ട് ഉള്ളത്. നമ്മുടെ സൃഷ്ടിയിൽ, നമ്മുടെ ജീനിൽ വച്ചിരിക്കുന്ന ഒരു വലിയൊരു ക്വാളിറ്റിയാണ് പ്രത്യാശ എന്ന് പറയുന്നത്. നാളേക്ക് നമ്മൾ നോക്കുക എന്നുള്ളതാണ്. ഇതും ഈ കാലവും കടന്നു പോകും എന്നുള്ളത് വലിയൊരു മന്ത്രമാണ്. എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും അതിനെ അതിജീവിക്കാൻ നമുക്ക് സാധിക്കുമെന്നുള്ളത്. ഇപ്പോൾ അത്ലറ്റിക്സിൽ നമ്മൾ കാണാറുണ്ട്, ഈ വർഷം എടുത്ത റെക്കോർഡല്ല അടുത്ത വർഷം ഭേദിക്കുന്നത്. എല്ലാവരും ഒരേപോലെ ആരോഗ്യവും എല്ലാം എക്സസൈസും പരിശീലനമൊക്കെ ചെയ്യുന്നവരാണ്. പക്ഷേ ഒരാൾ ഒരു ഘട്ടം താണ്ടിയാൽ അതിനടുത്ത ഘട്ടത്തിലേക്കാണ് അത് ചാടുന്നത്. അപ്പോൾ അത്രയധികം മാനസികമായിട്ടുള്ള ബലം നമുക്ക് നൽകാൻ നമ്മുടെ മാനസികമായിട്ടുള്ള വ്യായാമങ്ങൾക്ക് സാധിക്കും. ധ്യാനവും മറ്റും അതാണ് നമ്മൾ പരിശീലനമൊക്കെ അതാണ് പഠിപ്പിക്കുന്നത്. അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ മുന്നോട്ട് നോക്കുക, ഒരിക്കലും പുറകോട്ട് നോക്കി സങ്കടപ്പെടാതെ മുന്നോട്ട് നോക്കി ആശയോടെ പോവുക എന്നുള്ളത് തന്നെയാണ് അതിൽ ഏറ്റവും വലിയ. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കുടുംബം നന്നായിട്ട് പരിപാലിക്കാനായിട്ട് ശ്രദ്ധിക്കുക, കുടുംബാംഗങ്ങളുടെ കാര്യങ്ങൾ അവരുമായിട്ട് മിങ്കിൾ ചെയ്യുക, ജോലി എന്നുള്ള വർക്കഹോളിക് എന്നുള്ള രീതിയിൽ നിൽക്കാതെ എല്ലാം ഒരു ഭാഗം നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ട് നമുക്ക് നിർമ്മമത്വം, അതായത് ഞാൻ എന്നുള്ള ഭാവം വിട്ടുകൊണ്ട് പെരുമാറുക, അവർക്ക് വേണ്ടി സമയം ചെലവഴിക്കുക, കുട്ടികളുടെ കാര്യം നമ്മൾ ശ്രദ്ധിക്കുക, കുട്ടികൾ എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് പറയാൻ ശ്രമിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാതെ ഇതിനും വഴക്കുണ്ടാക്കുന്ന ഒരു പ്രകൃതി, വഴക്ക് എന്ന് പറയുന്ന വഴക്ക് കൂടുക എന്ന് പറയുന്നത് തന്നെയാണ് സ്ട്രെസ് ഉണ്ടാക്കുന്നതിൽ ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ അതിനെ സമാധാനമായിട്ട് കൊണ്ടുപോകാനുള്ള ഒരു അന്തരീക്ഷം നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാക്കുക, അത് തന്നെ നമ്മുടെ ജോലി സ്ഥലത്തും ഉണ്ടാക്കുക. അത് തീർച്ചയായിട്ടും സാധിക്കും. പുതിയ തലമുറയ്ക്ക് നൽകാനുള്ള എന്താണ് സന്ദേശം എന്ന് വെച്ചാൽ, കാലത്തിന് ഒരുപാട് മാറിപ്പോയി. ഇപ്പോൾ എൻ്റെ എല്ലാം ചെറുപ്പകാലത്തുണ്ടായിരുന്ന കുട്ടിക്കാലമല്ല ഇപ്പോഴത്തെ കുട്ടികൾക്ക്, ഇനി വരാൻ പോകുന്ന കുട്ടികൾക്ക് അതും കൂടിയില്ല. അപ്പോൾ ഈ നിലവിലുള്ള കുട്ടികൾക്ക് കുറച്ചെങ്കിലും ഔട്ട്ഡോർ ഗെയിംസൊക്കെ ഉണ്ടായിരുന്നു. നാളത്തെ കുട്ടികൾക്ക് എങ്ങനെയാണെന്ന് വരുന്നത് പറയാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ അതിനെ പരമാവധി പരിശ്രമിച്ച് നമ്മൾ ചേർത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. ശരീര വ്യായാമം, തലച്ചോറിൻ്റെ വ്യായാമം മാത്രമല്ല, ശരീര വ്യായാമം കൂടെ നമുക്ക് ആവശ്യമാണ്. ശരീരമാദ്യം ഖലു ധർമ്മസാധനം. നമ്മുടെ ധർമ്മം നിർവഹിക്കുന്നതിന് നമുക്ക് ഏറ്റവും ആവശ്യം വേണ്ടൊരു വസ്തു ശരീരമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മാനസിക വ്യാപാരത്തോടുകൂടി, മാനസിക വ്യായാമത്തോടു കൂടി തന്നെ ഒപ്പം തന്നെ ശാരീരിക വ്യായാമം കൂടി നമ്മൾ കരുതൽ ഉണ്ടാക്കുക. വെള്ളം ധാരാളം കുടിക്കുക, നമ്മുടെ മലമൂത്ര വിസർജനങ്ങൾ ശരിയായ വിധത്തിൽ ശരിയായ സമയത്ത് നടക്കുന്നു എന്ന് ഉറപ്പുവരുത്തുക, ആഹാരം ശരിയായ അളവിൽ ശരിയായ സമയത്ത് കഴിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുക. ഇതാണ് നമുക്ക് ഏറ്റവും അധികം വേണ്ടത്. ഇന്നത്തെ തലമുറയിൽ നമ്മൾ ഏറ്റവും അധികം കാണുന്നതും ഈ സർക്കാരിക് ഋതം എന്ന് പറയുന്ന 24 മണിക്കൂറിൻ്റെ ഋതമുണ്ട് നമ്മുടെ ശരീരം ട്യൂൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. നമുക്ക് ഈ ജെറ്റ് ലാഗ് എന്നെല്ലാം പറയുന്നതിൻ്റെ ഒരു ഭാഗം അതാണ്. ഒരു വിദേശി ഇവിടെ വന്നു കഴിഞ്ഞാൽ 2-3 ദിവസം വളരെ ബുദ്ധിമുട്ടായിരിക്കും. അയാളുടെ സമയക്രമത്തിന് മാറ്റം വരുന്നു. അയാളുടെ രാത്രി നമുക്ക് പകൽ, നമ്മുടെ ഉച്ച അയാൾക്ക് അർദ്ധരാത്രി, ഇങ്ങനെയുള്ള വരുമ്പോൾ ആഹാരത്തിൻ്റെ കാര്യങ്ങളിലും ഉറക്കത്തിലുമൊക്കെ വലിയ സ്ട്രെസ്സ് വരാറുണ്ട്. അപ്പോൾ അത് കുറച്ച് ദിവസം കൊണ്ടാണ് ശരീരം അതിന് തയ്യാറെടുപ്പ് നടത്തുന്നത്. അതുപോലെ നമ്മുടെ പതിവായിട്ടുള്ള ദിനചര്യ എന്താണ്?
രാവിലെ 5 മണിക്ക് ഉണരുക, അല്ലെങ്കിൽ 6 മണിക്ക് ഉണരുക, രാത്രി 9-10 മണിയാകുമ്പോൾ ഉറങ്ങുക. ഇപ്പോൾ അത് പോയിട്ട് രാവിലെ 9 മണി 10 മണിക്കാണ് എഴുന്നേൽക്കുന്നത്. അതുപോലെ രാത്രി ഉറങ്ങുന്നത് 1 മണിക്ക് 2 മണി സമയത്താണ്. അപ്പോൾ നമ്മുടെ റിതം എന്ന് പറയുന്നത് നമ്മുടെ ദിനചര്യ ക്രമം കംപ്ലീറ്റ് മാറുക. അപ്പോൾ അതിനെ കുറേ കഴിയുമ്പോൾ നമ്മൾ ആദ്യമൊന്നും അറിയില്ലെങ്കിലും ഒരു 10-15 വർഷമൊക്കെ ഈ ഒരു രീതിയിൽ പോകുമ്പോൾ ഓഗസാത്മ്യം എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ടാകും. ആയുർവേദത്തിൽ പറയുന്നതാണ്. ഓഗസാത്മ്യം എന്ന് പറയുന്നത് സാത്മ്യം തന്നെ തെറ്റായ സാത്മ്യം. നമ്മൾ ശരീരത്തിന് എന്താണോ അനുയോജ്യമായിട്ട് വേണ്ടത് അത് തെറ്റായ രീതിയിൽ നമ്മുടെ ശരീരത്തെ അനുയോജ്യമാക്കുകയാണ് ചെയ്യുന്നത്. അത് കുറേ കാലം കഴിഞ്ഞ് അനുകൂലമായൊരു പരിസ്ഥിതി, പ്രായാധിക്യം, ആരോഗ്യക്കുറവ്, രോഗാവസ്ഥ, ഇതെല്ലാം ആഹാരം കഴിക്കാൻ കുറവ്, ഇതെല്ലാം വരുന്ന സമയത്ത് ശരീരം ക്ഷീണിപ്പിക്കാനായിട്ടും വിവിധ തരം രോഗങ്ങളെ ഉണ്ടാക്കുവാനായിട്ടും ഈ യോഗസാത്മ്യം വഴിവെക്കും. അതുകൊണ്ട് നമ്മൾ കഴിയുന്നത്ര നമ്മുടെ പ്രാകൃതികമായിട്ട് പറഞ്ഞിട്ടുള്ള ദിനചര്യാക്രമങ്ങളെ അനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ, ആഹാരക്രമങ്ങളെ അനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് ഇത് മറികടക്കാൻ സാധിക്കും. ഒരുപാട് അസുഖങ്ങൾ ഇന്നത്തെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് എന്നുള്ള ഓമന പേര് തന്നെ ഇതിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസുകളായിട്ടുള്ള ബ്ലഡ് പ്രഷർ, ഡയബറ്റീസ് മെലിറ്റസ്, കൊളസ്ട്രോൾ, ഹൈപ്പർ കൊളസ്ട്രീമിയ, അതുപോലെ ഹൈപ്പർ തൈറോയിഡ് ഫങ്ഷൻ ഡിസ്ഫങ്ഷൻ എന്ന് പറയുന്ന അസുഖങ്ങളെല്ലാം ഇത് നമ്മുടെ ആഹാരത്തിൽ നിന്നും വിഹാരത്തിൽ നിന്നും ഉണ്ടാകുന്നതാണ്. അതിനെ നമുക്ക് മറികടക്കാൻ സാധിക്കും. കോവിഡും അതിനോടൊപ്പം മഴക്കാല മാർഗം പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് ചെറുതായിട്ട്. മഴക്കാലം ഞാൻ പറഞ്ഞല്ലോ, തണുപ്പിൽ നിന്ന് ഈർപ്പത്തിൽ നിന്നും വിട്ടു നിൽക്കുക, ദിവസേന ആവി പിടിക്കുന്ന വളരെ നല്ലതാണ്. തല നന്നായിട്ട് തോർത്തുക, കുറച്ചുകൂടി ലഘുവായിട്ടുള്ള ആഹാരങ്ങൾ മഴക്കാലത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. ലഘുവായിട്ടുള്ള അഗ്നി വളരെ കുറഞ്ഞിരിക്കുന്ന ദുഷിച്ചിരിക്കുന്ന സമയം കൂടിയാണ്. വേനൽക്കാലത്ത് ഉണ്ടാകുന്ന വാദം വർദ്ധിച്ചിട്ട് അത് മഴക്കാലത്ത് അമ്ലത്വം ഉണ്ടാക്കിയിട്ട് ശരീരത്തിനകത്ത് അസിഡിറ്റി വർദ്ധിപ്പിക്കും. അപ്പോൾ ആ സമയത്ത് നമ്മൾ കട്ടി കൂടിയ ആഹാരങ്ങൾ കഴിച്ചാൽ ദഹിക്കാൻ പ്രയാസമായിരിക്കും. അതുകൊണ്ട് ദഹനം നമ്മൾ ചെറിയ കടലാസുകളിട്ട് തീ വർദ്ധിപ്പിക്കുന്നത് പോലെ, ചകിരി ഇട്ട് തീ വർദ്ധിപ്പിക്കുന്ന പോലെ ചെറിയ ആഹാരങ്ങൾ വേണം, എളുപ്പം ദഹിക്കുന്ന ആഹാരങ്ങൾ വേണം കൊടുക്കാനായിട്ട്. ധാരാളമായിട്ട് പുളിരസമുള്ള ആഹാരങ്ങൾ നമ്മൾ കഴിക്കരുത് മഴക്കാലത്ത്. അതുപോലെ വെള്ളം, നമ്മൾ ദാഹമില്ലെങ്കിലും വെള്ളം കുടിച്ച് തന്നെ ശീലിക്കണം. അങ്ങനെയുള്ള രാത്രിയൊക്കെ വളരെ ലഘുവായിട്ടുള്ള ഭക്ഷണങ്ങൾ നേരത്തെ കഴിക്കുക. കഴിയുന്നതും രാവിലെയും വൈകുന്നേരമുള്ള ആഹാരങ്ങളാണ് ഏറ്റവും നല്ലത്. ഈ 3 നേരവും അടിച്ചു കയറ്റുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ശരീരം ആവശ്യത്തിലും അധികം ഭക്ഷിക്കുക എന്ന് പറയുന്നത് ശരീരത്തിൽ ദഹനത്തെ ബാധിക്കും. അത് മഴക്കാലത്ത് പൊതുവെ കുറച്ച് വയ്ക്കുക. സൂപ്പുകൾ, ഈ എളുപ്പം ദഹിക്കുന്ന കുരുമുളക് സൂപ്പ്, കുരുമുളക് രസം, ഇതുപോലുള്ള കാര്യങ്ങൾ ഒക്കെ നല്ല ശീലങ്ങളാണ്. ജീരകവെള്ളം, മല്ലിവെള്ളം, ഇതൊക്കെ കുടിക്കുന്നത് മഴക്കാലത്ത് വളരെയധികം ഗുണം ചെയ്യുന്നതാണ്. എപ്പോഴും ഈ മഞ്ഞൾ കരുതി വയ്ക്കേണ്ട ഒരു സമയമാണ്. മഞ്ഞൾ തിരി നമുക്ക് ഉപയോഗിച്ച് പുക കൊള്ളാൻ പറ്റും കഫം കുറയ്ക്കാനായിട്ട്. അതായത് ഒരു ചെറിയ തിരശ്ശീലയിൽ നെയ്യ് പുരട്ടിയിട്ട്, പശുവിൻ്റെ നെയ്യ് പുരട്ടിയിട്ട് അതിൽ മഞ്ഞൾപ്പൊടി വിതറുക. നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുത്ത മഞ്ഞൾപ്പൊടി അതിൽ വിതറിയിട്ട് ഈ തിരി പോലെ ആക്കിയിട്ട്, ഈ തുണി ചുരുട്ടി തിരി പോലെ ആക്കിയിട്ട് അത് കത്തിച്ചിട്ട് അത് കെടുത്തുക. കെടുത്ത് കഴിഞ്ഞിട്ട് അത് നമ്മൾ മൂക്കിൽ മണപ്പിക്കുന്നത്, ഓരോ മൂക്കിലും മണപ്പിക്കുന്നത് ധാരാളമായിട്ട് മൂക്ക് വഴിയുള്ള തൊണ്ട വഴിയുള്ള അസുഖങ്ങൾ മാറ്റാനായിട്ട് ഉപകരിക്കും. ശ്വാസം എടുക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനമുള്ളതാണ്. ഒരു മൂക്കിൽ കൂടി ശ്വാസം എടുക്കുക, അത് നമ്മൾ ശരീരത്തിൽ നിലനിർത്തിക്കൊണ്ട് മറ്റേ മൂക്കിൽ കൂടി പുറത്തേക്ക് കളയുക. വീണ്ടും അകത്തേക്ക് ആ മൂക്കിൽ കൂടി എടുക്കുക, അത് അകത്ത് നിർത്തിക്കൊണ്ട് മറ്റേ മൂക്കിൽ കൂടി. സുഷുമ്നാ നാഡിയുടെ 2 ഭാഗത്തുള്ള ഇടാ പിങ്ങള എന്ന് പറയുന്ന 2 നാഡികൾക്ക് സൂര്യനും ചന്ദ്രനും എന്നുള്ള നാഡിയൊക്കെയാണ് യോഗശാസ്ത്രത്തിൽ അത് പറയുന്നത്. എന്തൊക്കെയായാലും ഈ ശരീരത്തിനകത്തുള്ള സുഷിരങ്ങളെയും മാർഗങ്ങളെയും തടസ്സം കൂടാതെ വായുസഞ്ചാരം സുഗമമാക്കാനും നമ്മുടെ സ്രവങ്ങളും രക്തവും മറ്റും നന്നായിട്ട് പോകാനും ശ്വാസകോശത്തിൻ്റെ പ്രവർത്തനം വർദ്ധിക്കാനായിട്ടും ഈ ശ്വാസോച്ഛ്വാസം വളരെയധികം നമുക്കതിന് പ്രാണായാമം എന്ന് പേരിടുകയോ വെറുതെ ശ്വാസ എക്സസൈസിനോ ബ്രീത്ത് എക്സസൈസിനോ ഒക്കെ പറയാം. അങ്ങനെയുള്ള കാര്യങ്ങൾ ധാരാളമായിട്ട് ചെയ്യുക. കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിനുള്ള ആയുർവേദ ഉപായങ്ങൾ, അങ്ങനെയുള്ള ഒരു ഒറ്റമൂലിയൊന്നും നമുക്ക് പറഞ്ഞു തരാൻ സാധിക്കില്ല. അതൊക്കെ ഓരോ ശരീരപ്രകൃതി അനുസരിച്ച്. ഇപ്പോൾ ഡയബറ്റീസിന് തന്നെ ആയിരക്കണക്കിന് ആയുർവേദ ഔഷധങ്ങൾ മാർക്കറ്റിലുണ്ട്. ഈ മരുന്നുകളെല്ലാം എല്ലാവരും കഴിച്ചാൽ അത് രോഗം മാറുന്നില്ലല്ലോ. ഓരോ ശരീരപ്രകൃതിക്ക് അനുസരിച്ച് ഓരോരോ മരുന്നുകളുണ്ട്. പൊതുവേ നമ്മൾ പറയാറുണ്ട് മരംപുളി ഇതിന് വളരെ നല്ലതാണ്. പക്ഷേ എല്ലാവർക്കും മരംപുളി കഴിച്ചുകൊണ്ട് കാര്യമില്ല. വെളുത്തുള്ളി എല്ലാം കഴിക്കാൻ പറ്റില്ല. ചില ആളുകൾക്ക് വെളുത്തുള്ളി കഴിച്ചാൽ അലർജി ഉണ്ടാവും, ചില ആളുകൾക്ക് വയറ് അസിഡിറ്റി ഉണ്ടാവും. കരിഞ്ജീരകം കൊളസ്ട്രോൾ കുറയ്ക്കുന്നതാണ്, അതെല്ലാവർക്കും കഴിക്കാൻ സാധിക്കില്ല. അപ്പോൾ അങ്ങനെ ഓരോ ശരീരപ്രകൃതി അനുസരിച്ചുള്ള ഇതാണ്. ശരീരത്തിന് കോശങ്ങൾക്ക് അധ്വാനം ഉണ്ടാകുന്ന ജോലികൾ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ട്. ശ്വാസം നന്നായിട്ട് അകത്തേക്ക് എടുക്കുക, വെള്ളം ധാരാളം കുടിക്കുക, നടപ്പ് ശീലമാക്കുക, ഇതൊക്കെയാണ് കൊളസ്ട്രോൾ കുറയ്ക്കാനുള്ള വളരെയധികം കാര്യങ്ങൾ.
വേറെ എന്തെങ്കിലും? നമുക്ക് സമയം 7:30 കഴിഞ്ഞ് തുടങ്ങിയതാണ്, 3/4 മണിക്കൂറോളായി. ഇത്രയധികം ഒരു അവസരം നൽകിയതിന് വളരെയധികം നന്ദിയുണ്ട്. തട്ടയിലെ ഈ വായനശാലയ്ക്ക് എല്ലാവിധ ഉന്നതിയും ഉണ്ടാവട്ടെ, നല്ലൊരു കൂട്ടായ്മയായിട്ട് വളരട്ടെ എന്ന് ജ്ഞാനോദയം വായനശാലയിലെ എല്ലാ അംഗങ്ങൾക്കും പ്രത്യേകമായിട്ട് നന്ദി രേഖപ്പെടുത്തുന്നു. ഇതിനൊരു അവസരം നൽകിയതിന് ഇത് സംഘാടകരോട് പ്രത്യേകമായിട്ട് ഞാൻ എൻ്റെ നന്ദി അറിയിക്കാം. ഓക്കെ, നമസ്കാരം. ജയ് ഹിന്ദ്.